ദൈവം ഒരുക്കിയ നല്ല നിമിഷത്തിനായി സ്തോത്രം. ബഹലായിരുന്ന പ്രിയ സ്ഥാപിച്ചാനും പ്രിയ ഫിലിപ്പകളും ഇപ്പോഴും നാട്ടിലാണല്ലോ. അതുകൊണ്ട് തക്ക സമയത്ത് സ്തോത്രം ഈ മീറ്റിങ്ങിന് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കാൻ ദൈവം ഒരുക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. വീട്ടിലായിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും ഇപ്പോഴും ജോസ് കുവൈറ്റിൽ നിന്ന് ജോസ് ജാനൊക്കെ നാട്ടിൽ കടന്ന ഒരുപാടെയായി എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവശ്രീ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന പങ്കാളികൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളൊക്കെ എത്രയോ സന്തോഷമാണ്, എത്രയോ അനുഗ്രഹമാണ്. ഒരുമിച്ച് പ്രാർത്ഥിപ്പാനും ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ഒരുക്കുന്ന ഈ നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പകൽക്കാലം ദൈവം എല്ലാവരെയും ധാരണമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പ്രഭാതം ഒന്നത്തെ അറിയിക്കുന്നു. ഒരു റിക്വസ്റ്റ്, പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനത് പെട്ടെന്ന് വിളിച്ചേ. പറഞ്ഞേട്ടെ. ഞാൻ മോനെ ബിബിൻ അയർലൻഡിലുള്ളവന് ഇന്നലെ ഒരു വയറ്റിനൊരു പ്രയാസമായിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവരത് കാര്യങ്ങൾ ഇപ്പം പിന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. പ്രത്യേകിച്ച് അയർലൻഡ് ഹോസ്പിറ്റലല്ലേ, ഒത്തിരി സമയം എടുക്കും അഡ്മിഷൻ കിട്ടണതിലൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് വെളുപ്പിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ വേദനയ്ക്ക് ഒരല്പം ആശ്വാസം വന്ന് പറഞ്ഞു. അവർ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആശ്വാസം ഉണ്ടായതായിരുന്നു. അതുകൊണ്ട് അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം പറഞ്ഞു. അതെ, ബിബിന. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തിന്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം തുടർന്ന് നാം ഗാനങ്ങൾ പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ആത്മീയ ഗാനം ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് പ്രാർത്ഥനാ ധ്വനിയുടെ ഇളംപള്ളിക്കൽ സിംഗേഴ്സിലെ പ്രിയ ഫേബ ജോജി സിസ്റ്ററാണ്. അനുഗ്രഹീതരായ ഒരു ദൈവദാസൻ തങ്കച്ചബാസിന്റെ മോളാണ് പ്രിയ ഫേബ സിസ്റ്റർ. പകൽക്കാലം ഒരുമിച്ച് പാടി ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. മോന് കീബോർഡ് വായിക്കാൻ മോനും തയ്യാറായിരിക്കുകയാണല്ലോ. രണ്ടുപേരെയും ആദരപൂർവ്വം സ്നേഹത്തോടെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒരു പുതിയ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ, പ്രാർത്ഥനയുടെ തണലിൽ ഒന്നിച്ചു കൂടുവാൻ അവസരത്തെ ഒരുക്കി തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഗാനങ്ങൾ പാടി നമുക്ക് കർത്താവിനെ തൃപ്തിപ്പെടുത്താം.
പാടി വാണിടുന്ന സ്വർഗസിയോ വാനസേന ഗാനം പാടി വാണിടുന്ന സ്വർഗസിയോ ധ്യാനിച്ചിടും തിരുമെന്റെ മാനസം മോദിച്ചിടും ധ്യാനിച്ചിടും തിരുമെന്റെ മാനസം മോദിച്ചിടും ഉയർത്തിയിടും ഞാൻ എന്റെ ദൈവത്തിന് മഹത്വം. ഒരു ഗാനം കൂടി പാടി നമുക്ക് ദൈവത്തെ മഹത്വം. ഇപ്പോൾ സുന്ദരനായ കാണുന്നില്ല മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനിപ്പോൾ സുന്ദരനായ കാണുന്നില്ല മേലാലും ഞാൻ കാണുകയില്ല. മനോഹര അങ്ങേ പ്രിയനിലോകയാത്ര പ്രാഗതരം ചാരന്മാരെ വായിക്കുമോ വത്സലം മണ്ണെപ്പേതി മാണിക്യം ഞാൻ ഈ മണ്ണെപ്പേതി മാണിക്യം പേടിയുമില്ല ഞാൻ. സർവസുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുക്കാൻ സർവസുഖ സൗകര്യങ്ങളർപ്പിക്കുന്നു. സർവസുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുക്കാൻ സർവസുഖ സൗകര്യങ്ങളർപ്പിക്കുന്നു ഞാൻ. സുന്ദര മനോഹര അങ്ങേ പിന്നിലോകയാത്ര പ്രാഗതരം ചാരന്മാരെ വാഴിക്കുമോ വത്സലം മണ്ണെപ്പേതി മാണിക്യം പേടിയുമില്ല ഞാൻ. ഈ മണ്ണെപ്പേതി മാണിക്യം പേടിയുമില്ല ഞാൻ. യെരൂശലേം പുത്രിമാരെ ചുറ്റും നിന്നോരാപദം പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. യെരൂശലേം പുത്രിമാരെ ചുറ്റും നിന്നോരാപദം പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. സുന്ദര മനോഹര അങ്ങേ പിന്നിലോകയാത്ര പ്രാഗതരം ചാരന്മാരെ വാഴിക്കുമോ വത്സലം മണ്ണെപ്പേതി മാണിക്യം പേടിയുമില്ല ഞാൻ. ഈ മണ്ണെപ്പേതി മാണിക്യം പേടിയുമില്ല ഞാൻ. ലോകസുഖ സൗകര്യം പ്രതാപങ്ങൾ ഓടിയോടുകൂടി എന്നെ മാടി വിളിച്ചാൽ ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ ഓടിയോടുകൂടി എന്നെ മാടി വിളിച്ചാൽ സുന്ദര മനോഹര അങ്ങേ പിന്നിലോകയാത്ര പ്രാഗതരം ചാരന്മാരെ വാഴിക്കുമോ വത്സലം മണ്ണെപ്പേതി മാണിക്യം
ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. വെള്ളത്തിൻ ഭൂമിയില പോലെ മിന്നി വിളങ്ങിടുന്ന ചെടികൾ സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ. വെള്ളത്തിൻ ഭൂമിയില പോലെ മിന്നി വിളങ്ങിടുന്ന ചെടികൾ സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ. സുന്ദരം മനോഹരം അങ്ങേ തേടി ലോകയാത്ര പ്രകടനചാരന്മാരെ വരിക്കുന്നു വത്സലം. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം ഞാൻ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേ പ്രിയനോടു ചേരുവാൻ. നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേ പ്രിയനോടു ചേരുവാൻ. നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. സുന്ദരം മനോഹരം അങ്ങേ തേടി ലോകയാത്ര പ്രകൃതരചാരന്മാരെ വരിക്കുന്നു വത്സലം. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായി ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരം മനോഹരം അങ്ങേ തേടി ലോകയാത്ര പ്രകടനചാരന്മാരെ വരിക്കുന്നു വത്സലം. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ദൈവത്തിന് മഹത്വം. ഈ പ്രഭാതത്തിൽ പ്രകാരം ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ ഒരവസരം കൂടെ ദാനം നൽകിയതിനായി ഞാൻ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ബെൻസൺ പാസ്റ്ററോടും കുടുംബത്തോടും പ്രാർത്ഥനാ ധ്വനിയോടും ഇവിടെ പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു ഫേബസേ മോനെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയില് നല്ല ഗാനങ്ങൾ പാടി ആമേ കർത്താവിനെ സ്തുതിപ്പടയാലോ പ്രത്യാശയുടെ ഗാനങ്ങൾ ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ. ഈ പകൽക്കാലം കർത്താവിന്റെ മുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ, സഹായം വരുന്ന പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ ഒരിക്കൽ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രിയനാകുന്ന കർത്താവിനെ പോലെ സുന്ദരനാകുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം, തേജോമേനാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ആമേ യോഹന്നാൻ പറയുന്ന പോലെ വെള്ളത്തിന് സദൃശ്യമേറിയ ദൈവീയ സാന്നിധ്യം. ആമേ എന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ആ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൃപ തന്നല്ലോ. പ്രിയ വേബസെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ മോനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വേലയില് പ്രിയ കുടുംബത്തെ ദൈവശക്തമായി ഈ കാലഘട്ടത്തിൽ മാനിക്കട്ടെ. ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സന്നിധാനത്തിൽ വിശ്രമിക്കുന്ന പ്രിയ തങ്കച്ചൻ പാസ്റ്ററെ മോളാണ് ഫേബസസ്. ആമേ ഫേബസസിന്റെ ബ്രദർ എബി തങ്കച്ചൻ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ അനുഗ്രഹീതനാകുന്ന ഒരു ദൈവദാസനാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് മനകല സെമിനാരിൽ കർത്താവിന്റെ വചനം പഠിപ്പാൻ ദൈവം കൃപ തന്നു. കർത്താവ് കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ ജ്യേഷ്ഠത്തിയുടെ അമ്മാച്ചന്റെ മോളാണ്. എല്ലാ നിലയിലും നമ്മുടെ പ്രാർത്ഥനയുടെ സിംഗേഴ്സിൽ അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ട്. IPC പെരിങ്ങനാട് സഭയിലെ കൊയർ അംഗമാണ്. കർത്താവ് എല്ലാ നിലയിലും അവരെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. വീണ്ടും അനേക പ്രിയപ്പെട്ടവരെ നമ്മുടെ ടീം, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ, നമ്മുടെ പ്രാർത്ഥന കുടുംബങ്ങളിൽ തന്നെ നല്ല പാട്ടുകാരുണ്ട്, നല്ല പാട്ടുകാരികളുണ്ട്, നല്ല അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന് വേണ്ടി ഗാനങ്ങൾ ആലപിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരെയും അനേക പ്രാർത്ഥനാ വീരന്മാരുണ്ട്. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദൈവത്തിനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നാം പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ആരംഭത്തിലെ ഒരു പ്രത്യേക പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ പോകുന്നു. നമ്മുടെ പ്രാർത്ഥന ധ്വനിയുടെ കുടുംബാംഗമായ പ്രിയ ജോൺ ഫിലിപ്പങ്ങള് ആരംഭത്തിലെ ഒരു പ്രാർത്ഥന വിഷയം നമ്മളോട് പറയാം. നാം ഒരുമിച്ച് പ്രിയ ജോൺ ഫിലിപ്പങ്ങൾ ആരംഭത്തിലെ ഒരു പ്രാർത്ഥനാ വിഷയം നമ്മളോട് പറയുവാടെയായല്ലോ. അയർലൻഡിലായിരിക്കുന്ന തന്റെ മകൻ ബിബിന് ശാരീരികമായ ചില പ്രയാസത്താൽ വളരെ ഭാരപ്പെടുന്നു. ഇപ്പോഴ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ദൈവത്തിന് വലിയ സാന്നിധ്യം ആ പ്രിയ ബിബിന്റെ മേലെ ദൈവം അയക്കുവാൻ.
നമ്മുടെ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. എല്ലാവരും അല്പനിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ കർത്താവിന്റെ വിട്ടു തന്നെ കരവി നിമിഷം കിലോമീറ്ററുകൾ താണ്ടി, മൈലുകൾ താണ്ടി അയർലൻഡില് ആ പ്രിയ പൈതലിന്റെ മേൽ, ബിബിന്റെ മേൽ ദൈവാത്മാവിന്റെ വലിയ അഭിഷേകം, വലിയ ദൈവീയ സാന്നിധ്യം, ദൈവാത്മാവ് അയക്കുവാൻ വേണ്ടി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തില്, യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിലെ ദാസൻ പാസ്റ്റർ റിച്ച്നസ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിനായ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, നല്ല സമയത്ത് കർത്താവെ പ്രാർത്ഥനയോട് ചേർന്ന് അനേക വിഷയങ്ങൾ പ്രാർത്ഥിപ്പാൻ കൊണ്ട് ഞങ്ങൾക്ക് ഒരുക്കി തരുന്ന വിലയേറിയ സമയത്ത് ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പറയപ്പെട്ട കർത്താവ് ഹല്ലേലൂയ പ്രിയ ജോൺ ഫിലിപ്പങ്ങളുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, വിദൂരങ്ങളിൽ കർത്താവ് ഏത് മേഖലയിലായിരുന്നാലും ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങൾ അറിയുന്ന കർത്താവ്, ജീവിക്കുന്ന ദൈവമായിരിക്കാൻ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായി, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമായി, സകല മനുഷ്യവർഗത്തിലെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കടന്നു വന്ന കർത്താവ്, ഞങ്ങളുടെ കർത്താവ് സഹോദരങ്ങളുടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ, ഞങ്ങളുടെ പൈതങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള കർത്താവ്, ദൈവമേ പറയപ്പെട്ട വിഷയത്തിന് കർത്താവ് ഒരു വലിയ അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ, പൂർണ്ണമാവുന്ന സൗഖ്യം കർത്താവ് കൽപ്പിക്കണമേ. കർത്താവ് എന്തിന്റെ മക്കളെ വിഷയത്തിൽ ഭാരപ്പെടുന്ന ആ ഭാരങ്ങൾ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെയുള്ള ഞങ്ങൾ കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞാണെന്നുള്ള, ഞങ്ങളുടെ സഹോദരനാണെന്നുള്ള ബോധത്തോടെ ഞങ്ങള് പ്രാർത്ഥിക്കുന്ന മഹാദൈവമേ, ഒരു വലിയ അത്ഭുതം അവൻ ഞങ്ങളുടെ വിശ്വാസം പോലെ അങ്ങനെ പ്രഖ്യാപിക്കപ്പെടുന്ന കർത്താവ്, അത് അങ്ങനെ സംഭവിക്കട്ടെ കർത്താവ്. പൂർണ്ണമാവുന്ന വിടുതലോടുകൂടെ അതിന്റെ മറുപടി കണ്ട് സന്തോഷിക്കുവാൻ ഈ പ്രഭാത സമയത്ത് കർത്താവ് അത്ഭുതങ്ങൾ അവൻ ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവിനോട് ചേർന്നതുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ പൈതലിനെ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ കർത്താവെ പ്രഖ്യാപിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയോടെ യാചിക്കുന്നു. ഉത്തരവ് വഹിക്കണമേ യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവ് പ്രിയ മോന് പൂർണ്ണ സൗഖ്യം ദൈവം അയച്ചതിനായി വിശ്വാസത്തോടെ എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ട് സൗഖ്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ച അനേകം നിരവധി പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവാത്മാവ് മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. കർത്താവിന്റെ കരം ഇന്നും കുറുതായിട്ടില്ല, കർത്താവിന്റെ ചെവി ഇന്നും മന്ദമായിട്ടുമില്ല. ഇന്നും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ ശൈത്യരാണ്. കഴിഞ്ഞ നാളില് നമ്മുടെ പ്രാർത്ഥനകളുടെ മേൽ ദൈവം പ്രവർത്തിച്ചെങ്കില് ഇന്ന് പകൽക്കാലം കർത്താവിന്റെ വലിയ കരം ദൈവം നമ്മുടെ മേൽ അയക്കുവാൻ പ്രാർത്ഥിക്കാം. ഇന്നലെ രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിപ്പടയായി. രാത്രിയിൽ ഒരു 9:30 ആയപ്പോഴേ എനിക്ക് പെട്ടെന്ന് ഒരു മെസ്സേജ് വരുവാടയായി. നെയ്യാറ്റിൻകരയിൽ നിന്നാണ് ആ മെസ്സേജ് വരുവാടയായത്. AG സഭയുള്ളതാകുന്ന 6 വയസ്സുള്ള കൃപാമോക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ഇന്നലെ രാത്രി പ്രാർത്ഥിപ്പടയായി. ഒരു വിഷജന്തു കുഞ്ഞിനെ കടിച്ച് ഇപ്പോൾ തിരുവനന്തപുരം SAT ഹോസ്പിറ്റലിൽ കുഞ്ഞ് അഡ്മിറ്റ് ആണ്. നാം ഒരുമിച്ച് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ അദൃശ്യമാകുന്ന കാര്യം ഇന്നലെ പ്രിയ റെജി ജോൺ പാസ്റ്റർ ആ വിഷയം പറഞ്ഞപ്പോൾ തന്നെ അതുപോലെ നമ്മുടെ ചില സഹോദരിമാരൊക്കെ ഗ്രൂപ്പുകളിൽ പെട്ടെന്ന് പ്രാർത്ഥിപ്പടയായല്ലോ. എത്രയോ പ്രാർത്ഥന വിഷയങ്ങളാണ് പ്രാർത്ഥനത്തിനിടെ 15ഓളം പ്രയർ ഗ്രൂപ്പുകളിൽ കടന്നു വരുന്നത്. നിങ്ങളെല്ലാം പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ആ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ആ പ്രാർത്ഥനത്തിനിടെ പ്രയർ ഗ്രൂപ്പിൽ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥന പ്രയർ ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അനേക രാജ്യങ്ങളിലാരും ഇന്നലെ തന്നെ 15,000 പേര് ആ പ്രാർത്ഥന വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പടയായി. നാം ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ആ കുഞ്ഞിന് കൃപാമോക്ക് ഒരു അത്ഭുത സൗഖ്യം യേശുവിന്റെ നാമത്തില് കർത്താവിന്റെ വലിയ വിടുതലിന്റെ കാര്യം ഇന്ന് രാത്രികാലം നാം ഒരുമിച്ച് ഈ പകൽക്കാലം പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവിന്റെ അത്ഭുതമേറിയ സൗഖ്യം ആ പ്രിയ കൃപാമോടമേ ദൈവം അയക്കുവാൻ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. ഇന്ന് പകൽക്കാലം ഓടുന്ന ദൈവത്തിന്റെ വചനം അയച്ച് അത്ഭുതമേറിയ സൗഖ്യം ദൈവം അയക്കുവാനായിട്ട് ആ കൃപാമോളെ വഹിച്ചുകൊണ്ട് ദൈവാത്മാ പ്രേരിപ്പിക്കുന്ന ഒരാൾ വേഗത്തിൽ പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധമായ ദൈവമേ, സ്വർഗസ്വപിതാവേ, ഈ പ്രഭാതകാലത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. കർത്താവ് ഈ പ്രഭാതകാലത്ത് അങ്ങയുടെ പാദപീഠത്തിലായിരിക്കാൻ തക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ദൈവം ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ കൃപാമോൾ എന്ന് പറയുന്ന കുഞ്ഞു കർത്താവ് ഏതോ വിഷജന്തു കടിച്ചായിട്ട് ഞങ്ങൾ കേൾക്കുവാനിടയായി. ഞങ്ങൾ ഇന്നലെ ആ വിഷയത്തിന് വേണ്ടി ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ച് കർത്താവ് ഈ പ്രഭാത കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൃശ്യമായ കാര്യം കർത്താവ് ഈ പ്രഭാത കാലത്ത് കർത്താവ് വയ്ക്കുമാറാകണമേ. ഒരുപക്ഷെ ആ കുഞ്ഞുറങ്ങിയായിരിക്കും കർത്താവെ. ദൈവത്തിന്റെ ദൃശ്യമായ കാര്യം, ആണിപ്പഴുതുള്ള കാര്യം കർത്താവ് ഈ പ്രഭാത കാലത്ത് കുഞ്ഞിന്റെ തലമേൽ വെച്ച് കർത്താവ് ഹല്ലേലൂയ ഒരു പൂർണ്ണ സൗഖ്യം ദൈവം കൽപ്പിക്കുമാറാകണം
ചെയ്യുമാറാകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്നത്തെ പോൽക്കാലം ഒരു വിടുതലിന്റെ കർത്താവെ ഹല്ലെ സന്ദേശം കേൾപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമേ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവ് ദൈവത്തിന്റെ ദൃശ്യമായ കർത്താവ് കരം വെച്ച് ആ പരിശുദ്ധാത്മാവ് കർത്താവിൽ പ്രവർത്തിച്ച് പൂർണ്ണ വിടുതല് ഈ പോൽക്കാലം കൊടുക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലെ ദൈവം അത് ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ ഷായിച്ചാനെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. ആമേ. എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ദൈവീയ വിടുതലിന്റെ സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ പറയാം. ആരംഭത്തിലെ ആമേ ഒരു സിസ്റ്റർ പ്രതിഭ സിസ്റ്റർ പ്രതിഭയുടെ മോന് വേണ്ടി നമ്മൾ പ്രാർത്ഥിപ്പടയായല്ലോ. ആമേ. ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പ്രാർത്ഥിപ്പടയായ കുഞ്ഞിന്റെ അഡ്മിഷൻ സംബന്ധമായ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിപ്പടയായി. ആമേ. പ്രതിഭ സിസ്റ്റർ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ആമേ. പെട്ടെന്ന് ദൈവം ചെയ്ത വിടുതലിന്റെ സാക്ഷ്യ വേഗത്തിലൊന്ന് പറഞ്ഞാട്ട്. മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് പ്രതിഭ. ഞാൻ ബോംബെയുടെ പട്ടണത്തിലാണ് താമസിക്കുന്നത്. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പിതാവിന് സുഖമില്ലാതെ ഞാൻ നാട്ടിലേക്ക് വരാനിടയായി. 17-ാം തീയതി കയറി 18-ാം തീയതി വന്നു. എന്നാൽ യാതൊരുവിധ പറയത്തക്കതായ യാതൊരുവിധ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ 20-ാം തീയതി വെളുപ്പിനെ ഉറക്കത്തിൽ തന്നെ പിതാവ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു, നിത്യതയിൽ ചേർക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ ചേച്ചിയുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്നാ പഠിച്ചത്. അപ്പൊ പപ്പ, അമ്മ, ചേച്ചിയുടെ 2 കുഞ്ഞുങ്ങൾ. അപ്പോൾ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് പപ്പയ്ക്ക് വയ്യാതാകുന്നതിന് ഒരാഴ്ച മുമ്പാ കുഞ്ഞുങ്ങളെ കോച്ചിങ് സെന്ററിൽ കൊണ്ടുവിടുന്നത്. അപ്പം അവരുടെ പഠനം തുടങ്ങി. എൻ്റെ മോൻ ബോംബെയിൽ മഹാരാഷ്ട്രയിൽ 10ാം ക്ലാസ് കഴിഞ്ഞ്. അപ്പൊ വന്നു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ തന്നെയാ. അമ്മ ഞങ്ങളുടെ 2 പേരുടെയും കൂടെ ചേച്ചി UP സ്കൂളില് പ്രിൻസിപ്പളാണ്. പുള്ളിക്കാരിയുടെ കൂടെയും വരുന്നില്ല, നമ്മുടെ കൂടെയും വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? പിന്നെ ഒരു ഓപ്ഷൻ എൻ്റെ മോനെ ഇവിടെ നിർത്തുക എന്നുള്ളതാ. അങ്ങനെ ഞാൻ പിന്നെ വളരെ സാഹചര്യങ്ങൾ എല്ലാം, എനിക്കൊരു മോനെ, അപ്പം കുഞ്ഞിനെ നിർത്തുന്നതിൽ ആളിനൊക്കെ ഒരു വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. എങ്കിലും മോനെ ഇവിടെ നിർത്താം തൽക്കാലത്തേക്കെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ബോംബെയുടെ പട്ടണത്തിലേക്ക് പോകണം എന്ന് ചിന്തിച്ചെങ്കിൽ ഞാൻ കുറേ ദിവസങ്ങളോളം ഡിലേ ആയി. അങ്ങനെ ഇരുന്നപ്പം കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കണമെങ്കിൽ ചില റെക്കോർഡുകൾ വേണമെന്ന് സ്കൂളിൽ നിന്ന് പറയാനിട. അപ്പം എൻ്റെ അച്ഛൻ്റെ അനിയന്മാരും എൻ്റെ കുറേ ഫാമിലി ഫ്രണ്ട്സും എല്ലാം കൂടെ ചേർന്ന് ഒരു ചെറിയൊരു റെക്കമെൻഡേഷൻ വഴി നമുക്കൊരു മാനേജ്മെന്റ് സീറ്റ് 40,000 രൂപയാ അതിന്. പക്ഷെ ആ ഒരു റെക്കമെൻഡ് ചെയ്ത ആളിന്റെ ഒരു ലെവല് വെച്ച് നമുക്കത് സൗജന്യമായിട്ട് ലഭിച്ചു. പക്ഷെ അവിടെ അന്നേരം മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. നമ്മൾ വേറൊരു ബോംബെയിൽ ഇപ്പൊ പഠിച്ചതുകൊണ്ട്, മഹാരാഷ്ട്ര പോലുള്ള കേരളത്തിന് വെളിയിൽ പഠിച്ചത് കൊണ്ട് നമ്മൾ അവിടുന്ന് വരുമ്പോൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങി കുറെ ഡോക്യുമെന്റ്സ് വേണം. അപ്പൊ ഞാൻ സ്കൂളുകാരോട് ചോദിച്ചപ്പോൾ മൈഗ്രേഷനും മാർക്ക് ലിസ്റ്റും ലിവിങ് സർട്ടിഫിക്കറ്റ്, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുറെ സാധനങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ അത് മേടിക്കാൻ പോകണം. പക്ഷെ 10ാം തീയതി വരെ ഉള്ളൂ ഡേറ്റ്. 10ാം തീയതി അപ്ഡേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഈ സീറ്റും കിട്ടത്തില്ല, ഈ മാനേജ്മെന്റ് സീറ്റ് ഗവൺമെന്റിന് പോകുമെന്ന് പറഞ്ഞു. ഞാൻ ഇത് കേൾക്കുന്നത് 6ാം തീയതി വൈകിട്ടാണ്. എന്ത് ചെയ്യും? 7 കയറി 8-ന് ബോംബെ ചെന്നാലും 9-ഉം 10-ഉം തിരിച്ച് കയറി വരാനും പറ്റത്തില്ല. അതിനേക്കാൾ വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ബോംബെയിൽ അന്ന് 6 ദിവസമായി കണ്ടിന്യൂ മഴ പെയ്യുന്ന സമയമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ പോകാനൊരു ചാൻസും ഇല്ല, പോയാലും നടക്കത്തില്ല. കാരണം അവിടെ അത്രയും ദിവസം കൊണ്ട് അടവാണ്. അപ്പൊ തന്നെ ബോംബെയിലുള്ള നമ്മുടെ പല ഗ്രൂപ്പുകളിൽ നിന്നും എല്ലാം മെസ്സേജുകളും അതുപോലെ തന്നെ ഇങ്ങനെ വീഡിയോകളൊക്കെ വരുവാ ഞാൻ താമസിക്കുന്നതിന്റെ ലൊക്കാലിറ്റികളിലെല്ലാം. അപ്പൊ ഇത് കാണുമ്പോൾ ഭയം തോന്നി. പോയിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ അന്നേരം വിചാരിച്ച് നോക്കാം എന്നപ്പം വസായി എന്ന് പറയുന്ന സ്ഥലത്ത് വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് രണ്ടാമത്തെ സ്റ്റോപ്പാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം. പക്ഷെ വസൈ വരെ വണ്ടിയുള്ളൂ. അതിന്റെ 2 ദിവസം മുമ്പും ബോംബെ സെൻട്രലിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുന്നവർ വസൈയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നടന്ന് ഈ വെള്ളത്തിൽ കൂടെ 3-4 മണി കഴിഞ്ഞ് പോയി. കാരണം ട്രാക്കിൽ കൂടെ വണ്ടിയില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു എന്തായാലും ഇറങ്ങാം, കർത്താവല്ലേ കൂടെ. എന്തോ ആ സമയത്തൊരു അതിധൈര്യം തോന്നി. ഇല്ലെങ്കിലും പോട്ടെ, വീടുണ്ടല്ലോ, നമുക്ക് നോക്കാം, നടന്നായാലും നമുക്ക് നോക്കാം, അല്ലെ സ്റ്റേഷനിലിരിക്കാം. ഞാൻ ഇവിടുന്ന് പോകുമ്പം വസൈ വരെ ഉള്ളൂ പിന്നെ നമ്മുടെ വണ്ടി. അത് കഴിഞ്ഞാൽ ലോക്കൽ ട്രെയിനില്ല. അപ്പൊ ഞാൻ കായംകുളത്ത് സ്റ്റേഷനിൽ വെച്ച് നമ്മുടെ ബെൻ പാസ്റ്ററിനെ പരിചയപ്പെടുന്നു. പാസ്റ്റർ വചനം കൊണ്ട് വിശ്വാസം കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തുന്നു. മനഃപൂർവ്വം വിശ്വാസത്തിന്റെ വാക്ക് എൻ്റെ വായിൽ നിന്ന് വീഴുന്നു. അപ്പം പോകുമ്പോൾ ടിക്കറ്റ് ഇല്ല. തലേ ദിവസം സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ 28-ലധികമായിരുന്നു വെയിറ്റിംഗ് ലിസ്റ്റ്. എടുത്താലും കിട്ടത്തില്ല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു കയറിയിട്ട് കിട്ടിയാൽ ഒരു സീറ്റെങ്കിൽ എഴുതി മേടിക്കാം, ഇല്ലെങ്കിലും നീ അവിടെ അതിനകത്ത് ഇരുന്നോ നിന്നോ എങ്ങനെയും പോകാം.
ഞാൻ ഇന്ന് വരെ പ്രിയപ്പെട്ടവരെ ഞാൻ അങ്ങനെ പോയിട്ടില്ല. പക്ഷെ എൻ്റെ മകന്റെ ആവശ്യം കണക്കിലെടുത്ത് എനിക്ക് പോയേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ കയറി പാസ്റ്ററിനെ പരിചയപ്പെടുന്നു. അങ്ങനെ ഞാൻ TC അന്വേഷിച്ച് അങ്ങോട്ട് പോകുമ്പോൾ പാസ്റ്റർ ഞങ്ങളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നു. എന്നോട് പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ TC വന്ന് പാസ്റ്ററിന്റെ പിന്നെ ടിക്കറ്റ് ചെക്ക് ചെയ്തപ്പോൾ പാസ്റ്റർ കാര്യം TCയോട് പറഞ്ഞു. ആള് പറഞ്ഞു അതിനെന്താ എന്ന് പറഞ്ഞ് പെട്ടെന്ന് 2 ടിക്കറ്റ് ഞങ്ങൾക്ക് എഴുതി തരാനും ഞങ്ങൾക്ക് സീറ്റ് കിട്ടാനും ഇടയായി. അങ്ങനെ ഞങ്ങൾ ബോംബെയുടെ പട്ടണത്തിൽ ഇപ്പൊ ആദ്യത്തെ ദിവസം ഞാൻ വിളിച്ച് ചോദിക്കുന്നുണ്ട് വണ്ടിയുണ്ടോ? അപ്പം സ്ഥാപനം സ്കൂളും മറ്റ് സ്കൂളിനെ സംബന്ധിക്കുന്ന എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളും തുറക്കണം. എങ്കിൽ മാത്രമേ ഞാൻ പോയ കാര്യം നടക്കൂ. അവസാനം ഞാൻ പോയി ഒരു ദിവസം ഒരു പകല് മൊത്തം കഴിഞ്ഞിട്ടൊന്നും ഒരു റിപ്ലൈ ഇല്ല. കുറെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് പറയുന്നു അവിടുന്ന് ബസ്സായിന്ന് വണ്ടി ചാലുവായിട്ടുണ്ട് എന്ന്. അപ്പോഴും വെള്ളപ്പൊക്കവാ, സ്കൂള് ചാലുവായിട്ടില്ല. വളരെ പ്രയാസം തോന്നിയെങ്കിലും പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, പിറ്റേ ദിവസം 8-ാം തീയതി എനിക്ക് മെസ്സേജ് വരുന്നു, നാളെ മുതൽ സ്കൂള് ചിലപ്പോൾ കണ്ടേക്കും, നിങ്ങൾ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പം വസായിൽ ഇറങ്ങിയപ്പോൾ അവിടെ ട്രാക്കിലെങ്ങും ഒരു തുള്ളി വെള്ളമില്ല. വെയിൽ കൊണ്ട് ഉണങ്ങിക്കിടക്കുന്ന പോലെ ട്രാക്ക് മൊത്തം ഉണങ്ങിക്കിടക്കുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീഡിയോകളിൽ എനിക്ക് അയച്ചു തന്ന വീഡിയോകളിൽ ഞങ്ങളുടെ ചുറ്റുപാടും കോളേജിന്റെ പരിസരമൊക്കെ ഭയങ്കര വെള്ളം, എന്നിട്ട് ബോട്ടും മറ്റു സാധനങ്ങൾ ഇറക്കി ആൾക്കാർ കളിക്കുന്ന വരെ വീഡിയോ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ചെന്നിട്ട് അവിടെ ഒന്നും അങ്ങനെ ഒരു വീഡിയോ ഇല്ല. സാധാരണ നിരക്കിൽ ഓട്ടോ പിടിച്ച് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിറങ്ങി അവിടുന്ന് നടന്നാണ് ഞാൻ ബിൽഡിങ്ങിലോട്ട് പോകുന്നത്. കിടന്നുറങ്ങി പിറ്റേ ദിവസം കോളേജിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇന്ന് തരാം, ഇപ്പൊ തരാൻ പറ്റത്തില്ല, നിങ്ങൾ അഡ്മിഷൻ ആയെങ്കിൽ അതൊരു കാരണവശാലും കിട്ടത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ അഡ്മിഷൻ ആയിട്ടില്ല, മെസ്സേജ് വന്നിട്ടേ ഉള്ളൂ, ഓഫ്ലൈനിൽ ഞാൻ കൊടുത്തിട്ടേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ഒരു ഫോം കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ലിവിങ് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ എന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ച് അന്യഭാഷയിലും കർത്താവിനോട് ഇടപെടാതെ, കാരണം ആവശ്യക്കാരിയായിപ്പോയി, മുന്നിൽ വേറൊരു വഴിയില്ല. അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചത് കൊണ്ട് എനിക്കിത് ലഭിച്ചെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. കാരണം ദൈവത്തിന്റെ മഹാദയവാണ് നമ്മളോടൊപ്പം. എൻ്റെ പ്രതിസന്ധികൾ ഞാൻ കർത്താവില് മറ്റാരിലും അഭയം ചൊല്ലിയിട്ട് കാര്യമില്ല. അഭയം ചൊല്ലിയപ്പോ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഓരോരുത്തരുടെ ഹൃദയം ഒരു മനുഷ്യന്റെ അല്ല, ഒരുപാട് മനുഷ്യന്റെ. അങ്ങനെ അവിടുന്ന് ലിവിങ് സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് ഞങ്ങൾ 3-4 ഫ്ലോറിൽ കയറി ഇറങ്ങുന്നിട്ടൊന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. പക്ഷെ പെട്ടെന്ന് ഓരോരോ കാര്യങ്ങൾ അടുത്തു വരുന്നു. അത് പിന്നെ ഫിനിഷ് ചെയ്യുന്നു, പേപ്പർ കിട്ടുന്നു. അപ്പോഴേ ഞങ്ങൾ അവിടുന്ന് ഓടി സ്കൂളിൽ ചെന്നപ്പോൾ സ്കൂളുകാർ പറഞ്ഞു മൈഗ്രേഷൻ നമ്മുടെ കയ്യിലല്ല, അതിന് പോകേണ്ടത് പരീക്ഷാഭവനിലാണെന്ന് പറഞ്ഞു. അതെവിടാ എന്തുവാന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മുടെ സ്കൂളിലെ ഒരു സാർ അതിന്റെ അപേക്ഷ തന്നു. കൗണ്ടർ സൈനും ഒക്കെ വേണം, അപേക്ഷയും കാര്യങ്ങളും എല്ലാം തന്ന് ഞങ്ങൾ അവിടുന്ന് നേരെ പിന്നെ അവിടെ പോയി. അപ്പൊ അന്നത്തെ ദിവസം ഒരു പണി തന്നു. പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ ചെന്ന് അപ്പൊ എന്നെ നമ്മുടെ അവിടുത്തെ ഒരു സാറ് വിളിക്കുന്നുണ്ട്, പ്രതിഭ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അവിടെ പോണം, ഇങ്ങനെ. അപ്പൊ ഇതൊന്നും എൻ്റെ തലയിലോട്ട് കയറുന്നില്ല. കാരണം പപ്പ മരിച്ചത് ജൂൺ 20-ാം തീയതിയാണ്. അപ്പൊ എത്ര ദിവസമായി എന്ന് നിങ്ങൾ ഓർക്കണം. ഞാൻ പോകുന്നത് ജൂലൈ 6-നാണ്. അപ്പൊ ക്ഷമിക്കണം, ഞാൻ അന്നേരം ജൂലൈ 6-നാ ഞാൻ ഇവിടുന്ന് കയറുന്നത്, 7-നാ കയറുന്നത്. അപ്പം അത്രയും ദിവസത്തെ ഒരു മനപ്രയാസം പിതാവിന്റെ വേർപാടിൽ എനിക്കുണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഇതെല്ലാം കൊണ്ട് പരീക്ഷാഭവനിൽ ചെന്നപ്പം എന്നോടൊരു സാറ് പറയുന്നത് ഇന്നടത്ത് കയറി ഇന്നാളെ കണ്ടിട്ട് ചോദിക്കണം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുമോ ഇല്ലയോ, അതിന് സാധ്യതയുണ്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടി ആരൊക്കെ റെക്കമെൻഡ് ചെയ്ത്, ഞാൻ ആരോടും സത്യസന്ധമായി ഞാൻ പറയാം, ഞാൻ ആരോടും റെക്കമെൻഡേഷൻ ചോദിച്ചില്ല. അതിനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ. പക്ഷെ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയോ ഈ സാറ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാൻ ആരുടെ അടുത്ത് പോകണം, ആരെ കാണണമെന്ന് ആ സാറ് വന്നിട്ടില്ല. അപ്പൊ അവിടെ ഇരിക്കുമ്പോൾ തന്നെ കൗണ്ടർ സൈനും കാര്യങ്ങളും ചെയ്ത് കിട്ടി, ലിവിങ് സർട്ടിഫിക്കറ്റ് കിട്ടി. ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് ഇത് കിട്ടത്തില്ല, ഇപ്പൊ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഇരുന്നു കർത്താവിനോട് പ്രാർത്ഥിച്ച്, എന്നെ അറിയുന്നവരൊക്കെയും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ജോസാറെ ഇവിടെ ഇല്ലല്ലോ, എന്ത് ചെയ്യും? ഇവിടെ ഇരുന്ന് ഞാൻ സമയം കളയാതെ ഞാൻ വാശിയില് SSC ബോർഡില് പോകാം. അന്നേരം പറഞ്ഞു മോളെ അവിടെ ചെല്ലത്തില്ല, എത്ര സമയം അവിടെ ചെല്ലുമെന്ന് തോന്നുന്നുണ്ടോ? 3-4 മണി കഴിയും. നമ്മൾ സാരമില്ല, 1% കാണത്തുള്ളായിരിക്കും, അത് ഇല്ലായിരിക്കും, നമുക്ക് എന്നാലും പോകാം എന്ന് പറഞ്ഞ് ഞാൻ ആ റെക്കമെൻഡേഷൻ ചെയ്യണ്ടേ അല്ലെങ്കിൽ ഒരു ധാരണ ചോദിച്ചു മനസ്സിലാക്കേണ്ട സാർ അവിടെ ഇല്ല. ഞാൻ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി ഞാൻ തിരിച്ച് വണ്ടി കയറി. 4 വണ്ടിയാണ് വാശിക്ക് നമ്മൾ പാൽകറിന്ന് കൊണ്ട്. അപ്പൊ ഞാൻ താമസിക്കുന്ന വിരാറിന്ന് പിന്നെയും കുറെ കൂടെ പുറയിലോട്ട് പാൽകറി ചെന്ന്. പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, 162 കിലോമീറ്റർ കൂടുതൽ ട്രെയിനിൽ മാത്രം 1 സൈഡ് ഉണ്ട്. അപ്പൊ ഞാൻ പറയാം മോനെ നമുക്ക് പോവാം.
അപ്പൊ എൻ്റെ മോൻ പറഞ്ഞു, വേണ്ട വേണ്ട അമ്മ പോകണ്ട, കാരണം നമ്മൾ ഒരിക്കൽ പ്രാർത്ഥനയ്ക്ക് പോയതാ, ഓർമ്മയുണ്ടോ? അവിടെ നമ്മൾ ചെല്ലത്തില്ല, ചെന്നാലും ഇരുട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, സാരമില്ല, നമുക്കിത് വേണ്ടതല്ലേ, നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ വഴികൾ തുറക്കും, നമുക്ക് നോക്കാം കർത്താവ് നമുക്ക് ആരാണെന്നും നമ്മുടെ ജീവിതം നാളെ എന്താകുന്നു. അപ്പൊ എന്തായാലും പ്രതിസന്ധിയാ, എന്തായാലും നമുക്ക് വിശ്വാസത്തെ മോന് എപ്പോഴും അന്യഭാഷ പറയണം, വേറെ ഒന്നും മനസ്സുകൊണ്ട് ചിന്തിക്കരുത്, നെഗറ്റീവ് ചിന്തിക്കരുത്. ഞാൻ അവനോടും അവൻ എന്നോടും ഇതൊക്കെ തന്നെ പറഞ്ഞ് 3-4 വണ്ടി കയറി ഇറങ്ങി വാശി ചെന്ന് പരീക്ഷാ ഭവനിൽ ചെന്നപ്പം അവിടെ കുറെ പേര് വരുന്നു പോകുന്നു. അറിയാമല്ലോ നമുക്ക്, അത് നമുക്ക് നാട്ടിലൊക്കെ ആകുമ്പോൾ ആരെങ്കിലും ഒക്കെ പറയാനോ എടുക്കാനോ ഒരു സഹായങ്ങൾ. ആ മഹാരാഷ്ട്രയുടെ പ്രദേശത്ത് SSC ബോർഡിൽ നമുക്ക് ആരായിരിക്കുന്നത്? ആരുമില്ല. ആരെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടോ? അവിടെ പറഞ്ഞാൽ വല്ലവരോട് ഏക്കുവോ? പക്ഷെ അവിടെ ചെന്നൊരു 15-16 പേരിലധികം സ്റ്റാഫ് ഉണ്ട് അവിടെ. ഞാൻ അവിടെ നിന്നപ്പം ഞാൻ ഈ കാരണം പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, അയ്യോ 9-ാം തീയതി അപ്ലൈ ചെയ്തിട്ട് 10-ാം തീയതി വന്ന എങ്ങനെ കിട്ടും? ഇനി 7 ദിവസം കഴിഞ്ഞ് 7 മുതൽ 15 ദിവസത്തിനുള്ളിൽ റെഡി ആകത്തേ ഉള്ളൂ, ഞങ്ങൾക്ക് അല്ലാതെ ചെയ്യാൻ കഴിയത്തില്ല, അങ്ങനെ ചെയ്യാറില്ല, നിങ്ങൾക്ക് മുമ്പുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ നടക്കണം, അല്ലാതെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നും മിണ്ടിയില്ല, ഞാൻ അവിടെ നിന്ന് എന്റെ കണ്ണങ്ങനെ നടന്നു. അപ്പൊ നമ്മളെ കണ്ടിട്ടാണോ, നമ്മുടെ മുഖം നമ്മളോട് തോന്നിയ അലിവാണോ എന്തുവാന്ന് അറിയത്തില്ല, ദൈവത്തിന്റെ ആത്മാവ് അവരോട് ഇടപെട്ട് എന്നോട് പറഞ്ഞു, എന്താ കാര്യം? ഞാൻ അന്നേരം വളരെ ചുരുക്കത്തിൽ എന്റെ വിവരം പറഞ്ഞപ്പം പറഞ്ഞു പറ്റും. ഞാൻ പറഞ്ഞു, എന്റെ മോന് ദയവ് തോന്നി നിങ്ങൾ ഇത് ചെയ്തു തന്നാൽ അവന്റെ പഠനം നാളെ ഇവിടെ നിന്നുകൊണ്ട് നാട്ടിൽ ഇത് അയച്ചാൽ അവരത് അപ്ലോഡ് ചെയ്ത് ഒരു അഡ്മിഷൻ കിട്ടും. നിങ്ങൾ ഇത് അയച്ചില്ലെങ്കിൽ തീരെ മറിച്ചായിരിക്കും. 1% അത് ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ സൗകര്യ, എനിക്ക് 1% പോലും ചാൻസ് ഇല്ല. എന്നിട്ട് ഞാൻ ദൈവത്തിലുള്ള വിശ്വാസത്തിലും എനിക്ക് ഒരു മനക്കട്ടിയിൽ ഞാൻ ഇറങ്ങി തിരിച്ചാന്ന് പറഞ്ഞ് അന്നേരം കുറച്ചു നേരം ഇവരെന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നോക്കട്ടെ എന്നൊരു വാക്ക് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഞങ്ങൾ സൗരങ്ങളെ ഞാൻ വേറൊരു കാര്യം പറയാം. അവിടെ നിൽക്കുമ്പോൾ തന്നെ മൈഗ്രേഷന് വേണ്ടിയിട്ട് വന്നവരായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ. വേറെ ആ കാര്യങ്ങൾക്കേ ഉള്ളൂ 1-2 പേര് വന്ന്. അവർ വന്നതെല്ലാം എൻ്റെ ഇതുപോലത്തെ 7 ദിവസം 8 ദിവസം 12 ദിവസം 4 ദിവസം ഒക്കെ ആയിട്ട് ആയവരാ അപ്ലൈ ചെയ്തിട്ട്. അപ്പൊ അവരെന്നോട് പറഞ്ഞു, പിന്നെ അവിടെ നിൽക്കി, ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോ ഞാൻ പറയട്ടെ, ഞാൻ ചെല്ലുന്നത് ഏതാണ്ട് 4 മണിക്ക് ഇച്ചിരി നിമിഷം ഉള്ളപ്പോഴാണ് ഞാൻ ചെന്ന് ഒരു 1.5-1.25 മണിക്കൂറിനുള്ളിൽ. അപ്പൊ ഇവരിങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ എന്തൊക്കെയോ പരുതുന്നുണ്ട്. അപ്പൊ എനിക്ക് അത്ര പന്തി തോന്നിയില്ല. എങ്കിലും മോൻ പറഞ്ഞ, അമ്മ എന്റേതാ ചെയ്യുന്നത്, നമ്മൾ ഇന്ന് ഇതും കൊണ്ടേ പോകത്തുള്ളെന്ന് പറഞ്ഞു. അപ്പൊ കുറെ കഴിഞ്ഞ് ഈ ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ചെയ്ത് വിട്ടിട്ടുണ്ട്, ഒരു സൈൻ ഉണ്ട്, സാർ ഉണ്ടെങ്കിൽ ചെയ്യില്ലെങ്കിൽ നാളെ വരണമെന്ന്. നാളെ എന്ന് പറഞ്ഞാൽ സൗരങ്ങൾ ഇത്രയും ദൂരം വരവ് നടക്കത്തില്ല, എനിക്ക് തിരിച്ച് നാട്ടിലെത്തണം. അപ്പൊ ഞാൻ പറഞ്ഞു, അതിന് ഞാൻ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ പ്രാർത്ഥിക്കും. അപ്പൊ എന്റെ കൈ കോർത്ത് പിടിച്ച് മോൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്, ടൈം കഴിഞ്ഞും സൈറ്റ് ഓഫ് ആകാത്തതും ആയിട്ടുള്ള ഒത്തിരി സാക്ഷ്യങ്ങൾ. നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്ത ഒരു കൊച്ചിന് അങ്ങനെ സംഭവിച്ചെങ്കിൽ ഇന്ന് എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്യും, ഇവരുടെ മനസ്സിനോട് ഇടപെടും. എൻ്റെ ദൈവം ഇതിന്ന് തന്നിട്ടല്ലാതെ ഞാൻ പോകത്തില്ല, ഇന്ന് എൻ്റെ കൈകളിൽ ഇത് കിട്ടും, അപ്പൊ തന്നെ എൻ്റെ പേപ്പർ തന്നിട്ട് ഇവരോരോരുത്തരും ഡ്യൂട്ടി കഴിഞ്ഞ് പോകത്തുള്ളൂ കർത്താവ് എന്ന് പറഞ്ഞു. ഞാൻ അത് പറഞ്ഞപ്പോൾ കുഞ്ഞിനെ ഒന്ന് നോക്കിയെങ്കിലും അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതിന് നമ്മൾ പലപ്പോഴും പറയുമ്പോഴും സാഹചര്യങ്ങളിലാണല്ലോ നമ്മളത് വിശ്വസിച്ച് പിറ്റേ ദിവസം സെക്കൻഡ് സാറ്റർഡേ ആണ്, കുറച്ച് സമയം കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിലുണ്ട് ഇവരെന്താ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാത്ത, കാരണം സമയം കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് ഒരു 5:45 കഴിഞ്ഞപ്പോ അപ്പൊ എന്നോട് പറയും, ഇങ്ങനെ നിൽക്കാതെ നിങ്ങൾ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ നിന്നോളാം. കുറെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, പൊക്കോ പോയി പഠിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഓർക്കുക, ഒരു മഹാരാഷ്ട്രയിൽ ഇതൊരു ഓൺലൈൻ പ്രോസസ്സാണ്, അതിനപ്പുറത്തോട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നെ സഹായിക്കാനോ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനോ ഒരു മനുഷ്യരവിടെ ഇല്ല. പ്രാർത്ഥനയുണ്ട്, കർത്താവുണ്ട്. സാഹചര്യങ്ങൾ എതിരായിട്ടും പോയി ആ 15 ദിവസം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ സാധനം 1.5 മണിക്കൂർ 1.25 മണിക്കൂറിന് ഇടയ്ക്ക് കൈ കിട്ടി. എന്നിട്ട് എന്നോട്, ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ന് എനിക്ക് എന്താ ചെയ്തതെന്ന് അറിയാമോ? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി. ഞാൻ അവരോടും നന്ദി പറഞ്ഞു, ആദ്യം ദൈവത്തോടും നന്ദി പറഞ്ഞു. ഞാൻ അവിടുന്ന് അപ്പുറത്തെ ബിൽഡിങ്ങിൽ ചെന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് ഇറങ്ങുമ്പം ഇവർ ഓരോരുത്തരും, ഞങ്ങളും ഇനി പോവാ, നിങ്ങൾ പോകുന്നില്ലേ, ഇത്രയും ദൂരം പോകേണ്ടതല്ലേ എന്നും പറഞ്ഞ് ഞങ്ങളെ യാത്രയാക്കി തിരിച്ച് ബസ് സ്റ്റോപ്പിൽ ചെല്ലുമ്പോഴും ഈ കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഓരോരുത്തരും ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങും, അവിടെ ഫിനിഷ് ചെയ്തവര്.
അങ്ങനെ തിരിച്ച് ഞാൻ നാട്ടിൽ പെട്ടെന്ന് അന്നേരം തന്നെ ടിക്കറ്റ് വിളിച്ച് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ താനേന്ന് കയറി ഇവിടെ വരുമ്പം ആ 10-ാം തീയതി പറഞ്ഞു വെച്ച ഗവൺമെന്റിന്റെ ആ ഫ്രീ ആയിട്ട് എനിക്ക് പറഞ്ഞ സീറ്റ് പോയി. എങ്കിലും ആ സീറ്റ് പോയി. അപ്പൊ എന്റെ പ്രതീക്ഷയും പോയി. ഞാൻ ഇത്രയും ചെയ്ത എന്റെ എല്ലാ കാര്യങ്ങളും തീർന്നു. ഞാനെങ്കിലും വിശ്വസിച്ച് കർത്താവ് എനിക്ക് സമീപസ്ഥന എന്റെ മകന്റെ ഒരാളുടെ വിദ്യാഭ്യാസം തടഞ്ഞു വെച്ചിട്ട് കർത്താവിന് ഒന്നും ചെയ്യാനില്ല. ദൈവം അങ്ങനെ ചെയ്യത്തില്ല. ഒരു നാള് ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല. കേട്ടതും ഇത്രയും നാള് പ്രാർത്ഥിച്ചൊക്കെ മനസ്സിലോട്ട് കയറിയിട്ട് സഹോദരങ്ങളെ വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ല. അപ്പോഴും ഞാൻ കർത്താവ് ഇതെന്റെ ആവശ്യമെങ്കിലും കർത്താവിന്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യണം. അത് ഞാൻ ഇച്ചിരി ഞെരുങ്ങിയാലും അതും ഞാൻ പറഞ്ഞു. ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. 12-ാം തീയതി 12 മണിയോട് അടുപ്പിച്ച് 12 മണിയായില്ല, 3.25 മണിക്കൂർ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. ഇവിടെ വന്ന് പിറ്റേ ദിവസം ഞാൻ 13-ാം തീയതി അപ്പോൾ എന്തോ ഗവൺമെന്റ് സപ്ലി അലോട്ട്മെന്റ് വെച്ചു. ഇത്രയും നാൾ അപേക്ഷിക്കാത്ത കുഞ്ഞുങ്ങൾക്കും പുറത്തുനിന്ന് വരുന്നവർക്കും 3 ദിവസം സമയമുണ്ട്. ഞാൻ അങ്ങനെ അവിടെ ചെന്ന് ഇതെല്ലാം അപ്ലോഡ് ചെയ്തപ്പോൾ മോൻ്റെത് പെർസെൻറ്റേജ് ഇവിടെ ഗ്രേഡുക ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം അവരെവിടൊക്കെയോ പരീക്ഷാ ഭവനിലൊക്കെ വിളിച്ച് ചോദിച്ചു പോയിന്റ്സ് അടിസ്ഥാനത്തിൽ വേണം മോൻ്റെത് അപ്ലോഡ് ചെയ്യാൻ. ചെയ്ത് വന്നപ്പോൾ ഉണ്ട് അടുത്ത പേപ്പർ ഇവർ പറയാത്ത ഒരു ഈക്വലൻസി ഫോം പേപ്പർ വേണം. അതെന്തുവാന്ന് എനിക്ക് അറിയത്തുമില്ല, അതെൻ്റെ ഇല്ല. ടീച്ചർ പറഞ്ഞു അതിന്. ഞാൻ ചോദിച്ചു അതിന് ഇനി എവിടെ പോകണം? അത് എറണാകുളത്ത് തിരുവനന്തപുരത്ത് പോകണമെന്ന് പറഞ്ഞു. SSCRTയിലും പരീക്ഷാ ഭവനിലുമായിട്ട്. മനസ്സ് തകർന്നെങ്കിലും, കാരണം നമ്മൾ ഒന്ന് അടുപ്പിക്കുമ്പോൾ അതിന്റെ അടുത്ത പ്രതിസന്ധി വരും. എങ്കിലും ഇല്ല, കർത്താവുണ്ട്. ദൈവം അവനെ വിളിച്ചിരിക്കുന്ന, ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന, ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല. ഇതും എൻ്റെ ഒരു അനുഗ്രഹത്തിന്റെ കാലമാന്ന് പറഞ്ഞ് എല്ലാം അവിടുന്ന് ഇറങ്ങി. അതിന് വേണ്ടുന്ന മുഴുവൻ പേപ്പേഴ്സും അറ്റസ്റ്റേഷൻ മുതൽ 50 രൂപ പത്രം മുതൽ ഞാൻ അവിടുന്ന് അതെല്ലാം മേടിച്ച് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം ഞാൻ 9 മണിയോടെ തിരുവനന്തപുരത്തെത്തി. അവിടെ എല്ലാം ഫില്ലപ്പ് ചെയ്ത് കൊടുത്തു. വൈകുന്നത് വരെ ഇരുന്നപ്പം സൗരങ്ങളെ അവര് പറയാം 4:30 4:45 പറയാം നിങ്ങൾ അടുത്ത ദിവസം 12:30 വാ, ഇത് PDF ആയിട്ട് വരുമെന്ന്. അവിടെയും ദൈവം, ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെ പറയല്ലേ. ഞാൻ കാരണം പറഞ്ഞു അതെങ്ങനെ ശരിയാവാൻ. ഞാൻ പറഞ്ഞു അങ്ങനെ പറയല്ലേ, നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്കൊരു മനസ്സിലവ് തോന്നിയ. അപ്പൊ നമ്മുടെ കൂട്ടൊരു കുഞ്ഞുമുണ്ട് അവിടെ, എൻ്റെ കൂടെ വേറെ 2 പേരും ഉണ്ട്. നമ്മളിത് അവരോട് റിക്വസ്റ്റ് ചെയ്ത് ദയവ് ചെയ്ത് ഇത് ചെയ്തു തരണം നാളെ എന്നപ്പം 13-ാം തീയതി ഒരു ദിവസം കഴിഞ്ഞ് 14-ാം തീയതി ഞാൻ ട്രിവാൻഡ്രത്തേക്ക്. പിറ്റേ ദിവസം 15-ാം തീയതി ഒരു ദിവസമേ ഉള്ളൂ. അങ്ങനെ അവരോട് പിന്നെ വളരെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവർ പറഞ്ഞു നിക്കെന്ന് പറഞ്ഞു. അപ്പം 4:45 കഴിഞ്ഞ്. ഇതും ഈ പറഞ്ഞതുപോലെ അപ്പൊ ഒരു സാറ് വരുന്നു, പെട്ടെന്ന് അത് അപ്ഡേറ്റ് ചെയ്യുന്നു, ഇതെല്ലാം ഇത് ചെയ്യുന്നു. ഞങ്ങളെ അകത്ത് വിളിച്ചു തരുമ്പം അത് വേറെ ഒരാളുടെ പേപ്പറിൽ തെറ്റ് വരുന്നു. എൻ്റെ മോൻ്റെ പേപ്പറിൽ സൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ മാഡത്തിന് എന്തോ തോന്നി, ഒന്ന് തിരിച്ചു മറിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് സ്റ്റാമ്പിങ് ഇല്ല. ഈ സ്റ്റാമ്പിങ് ഇല്ലാതെ പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ ഈ സ്കൂളിൽ ഇത് കൊണ്ടുവന്ന ഇതിന് വല്ല പ്രയോജനമുണ്ടോ? ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞ് അതെല്ലാം ക്ലിയർ ചെയ്ത് 6 മണിയായപ്പം അവിടെയും ഡ്യൂട്ടി കഴിഞ്ഞതാ. അവിടുന്ന് 6 മണിയായപ്പം ഈ സാധനം കയ്യിൽ കിട്ടി. തിരുവനന്തപുരത്തു നിന്ന് ഞാൻ വേഗം വീട്ടിൽ വന്നു. പിറ്റേ ദിവസം അഡ്മിഷന് പോയി. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ ഫോട്ടോ മോൻ്റെ ഒറിജിനൽ ഡോക്യുമെന്റ്, അപ്പം TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷന്, ഇതെല്ലാം കൗണ്ടർ സൈനുള്ള പേപ്പർ, അതുപോലെ തന്നെ ഈ ഇക്വലൻസി എല്ലാം കൊണ്ടുവന്ന് സന്തോഷത്തോടെ ഞാൻ പോയി അവിടെ ചെന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോട്ടോയുടെ സൈസ് KB കൂടിയതുകൊണ്ട് അപ്ലോഡ് ആകുന്നില്ല. അവസാനം ഇവർ വീണ്ടും റിപ്പീറ്റ് ചെയ്തപ്പോൾ സൗരങ്ങളെ അതങ്ങ് ലോക്കായിപ്പോയി. അവന്റെ സൈറ്റ് ലോക്കായിട്ട് ഇനി ചെയ്യാൻ പറ്റത്തില്ല, 2 മണിക്കൂർ കഴിയണമെന്ന് പറഞ്ഞു. അപ്പോഴും ആ സ്കൂളിലിരുന്ന് അന്യഭാഷയിലും പ്രാർത്ഥിച്ച് നമുക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, അങ്ങ് ലോക്കായപ്പോ. അപ്പൊ അവരെന്നോട് പറഞ്ഞു നിങ്ങൾ അക്ഷയ പോകും. ഞാൻ പറഞ്ഞു ടീച്ചറെ അക്ഷയ ചെന്നാൽ ഈ പോയിന്റ്സ് അടിസ്ഥാനത്തിലും ഇത് ടോട്ടൽ ഇതൊന്നും അവർക്ക് അറിയത്തില്ല, ഇത് നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്കറിയാം, നോക്കാം. എൻ്റെ ദൈവം ഒരു അത്ഭുതം. അപ്പൊ അവരോട് എന്തോ ഒരു പരീക്ഷണം. ഞാൻ പറഞ്ഞു ഇത് ഒരു സുഖമാ ടീച്ചറെ, പിന്നെ നടക്കട്ടെ, ഇല്ലെങ്കിൽ കർത്താവ് അടുത്ത് വഴി കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. കുറെ കഴിഞ്ഞപ്പോ ഇത് ചെയ്തു കുറെ കഴിഞ്ഞു ഫസ്റ്റ് അത് അപ്ലോഡ് ആയി. അതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോ ടീച്ചർ വിളിച്ചു പറഞ്ഞു അപ്പൊ മോന് ബയോസയൻസ് വേണം. അപ്പം ടീച്ചർ വിളിച്ചു പറഞ്ഞു മോൻ അഡ്മിഷൻ ആയിട്ടുണ്ട്, നാളെ തന്നെ വന്നെടുത്തോളാനെന്ന്. ഞാൻ ഓർക്കുക എല്ലാം സാഹചര്യങ്ങളെതിരായിരുന്നു, ഗവൺമെന്റ് സ്ഥാപനങ്ങളെ സമയം, വ്യക്തികളെല്ലാം. പക്ഷെ ഞാൻ കർത്താവിനെ മുറുകെ പിടിച്ച് ഞാൻ മുന്നോട്ട് പോയി. ദൈവം എനിക്ക് അവിടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളുടെ ഒരു മനസ്സലിവ് നമ്മളോട് തോന്നാൻ ഇടയാകാനും അത് ചെയ്തു. ഞാനിത് വളരെ വേഗത്തിൽ പറഞ്ഞെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. മഹാരാഷ്ട്ര ബോർഡിലായാലും കേരളത്തിലായാലും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല. പക്ഷെ റെക്കമെൻഡ് ചെയ്യാൻ നിന്നവരെ പോലും സമയക്രമത്തിൽ മാറ്റിയിട്ട് കർത്താവ് അവരുടെ ഹൃദയങ്ങളോട് ഇടപെട്ട്
ഇടപെട്ട് അവരുടെ ജോലി സമയങ്ങളിൽ ഒരു ഭാഗം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് വളരെ വേഗത്തിൽ ആ പേപ്പർ ചെയ്തു തരാനിടയായി. ദൈവം ഒരുവനെ മാനിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അതിനെ തടുത്തു നിർത്താൻ പറ്റത്തില്ല. എനിക്ക് വേണ്ടി, എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും കർത്താവിലായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുക. ഒരു സാക്ഷി എന്ന് പറയാൻ എനിക്കൊരു അവസരം തന്ന സഭയോടും പാസ്റ്ററിനോടും എല്ലാ വ്യക്തികളോടും എനിക്ക് വളരെ ക്രിസ്തുവിൽ നന്ദിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സിസ്റ്ററെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കേൾക്കുവാണ്ടായാലോ. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ കടന്നു പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് പ്രിയ സിസ്റ്ററേയും മോനെയും പരിചയപ്പെടുവാണ്ടായത്. ആ ട്രെയിനിൽ തന്നെ അവിടെ ബോംബെയിലുള്ള ഒരു IPC ചർച്ചിലെ ഒരു അമ്മാമ്മയും പരിചയപ്പെടുവാണ്ടായ. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ചർച്ചിലെ ശുശ്രൂഷയ്ക്ക് കടന്നു പോയതിനു ശേഷം 10-15 വർഷത്തിന് ശേഷമാണ് അവരെയും കാണുവാണ്ടായത്. അങ്ങനെ ദൈവമക്കളെ ഒരുമിച്ച് കാണുവാൻ, ദൈവീയ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ദൈവം ഒരിക്കൽ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആ കുഞ്ഞിനൊരു അഡ്മിഷന് വേണ്ടി ആ സിസ്റ്റർ വളരെ ഭാരപ്പെട്ടു, വളരെ ബുദ്ധിമുട്ടി. അങ്ങനെ നമ്മുടെ പ്രയർ ഗ്രൂപ്പിലുള്ള പല പ്രിയപ്പെട്ടവരും കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ സംബന്ധമായ വിഷയത്തിന്മേല് വളരെ ഭാരപ്പെട്ട ഒത്തിരിയും പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവ് എത്രയോ പെട്ടെന്ന് വലിയ പ്രവൃത്തി ചെയ്യുവാണ്ടായി. ഇന്നും കർത്താവിന്റെ കരം കുറുതായിട്ടില്ല, ഇന്നും കർത്താവിന്റെ ചെവി മന്ദമായിട്ടുമില്ല. ദൈവം ആ പ്രിയ കുടുംബത്തെ, കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. മറ്റു പ്രാർത്ഥന വിഷയങ്ങൾ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ട്. ഞാൻ ഇന്നലെ ചിന്നുവിന്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. കുഞ്ഞിന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശിശുവിന് ദാനമായി നോർമൽ ഡെലിവറി കൊടുത്ത എനിക്ക് പ്രാർത്ഥിത മക്കളെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. അതുപോലെ തുടർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥന, എൻ്റെ കാലിന്റെ മുട്ടിന്റെ വേദന മാറിയിട്ടില്ല, കുറവുണ്ട്, ഒന്നും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിപ്പാണ്ടയായാലോ. ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ ദാനമായി കൊടുത്തു. കർത്താവെ അങ്ങ് ചെയ്ത അത്ഭുതത്തിനായി സ്തോത്രം ചെയ്യുന്നു. തക്ക സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ കണ്ട് സന്തോഷിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല നിമിഷത്തിനായി സ്തോത്രം. പ്രിയ മേരി സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാലിന്റെ മുട്ടിന്റെ വേദന ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പൂർണ്ണമായ സൗഖ്യം ഈ നിമിഷം വ്യാപരിക്കണമേ. അവിടുത്തെ അടിപ്പിടലുകളാൽ ഞങ്ങൾ സൗഖ്യമുണ്ടല്ലോ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. വേഗത്തിൽ പ്രാർത്ഥന വിഷയങ്ങൾ പറയാനുള്ളത്. നമ്മുടെ മോന് പെട്ടെന്ന് ഇന്നലെ അബുദാബിയിലേക്ക് അവനെ കൊണ്ടുപോയി. നമ്മൾ പ്രാർത്ഥിച്ചായിരുന്നല്ലോ, അബുദാബിയിൽ തന്നെ അവന് ജോലി വേണമെന്ന്. ദൈവം അവനെ ഇന്നലെ അങ്ങോട്ട് കൊണ്ടുപോയി. അത് ഇന്ന് മുതൽ ഡ്യൂട്ടിക്ക് കയറും. അവന് നൈറ്റ് ഡ്യൂട്ടിയെ കൊടുത്തിരിക്കുന്നത്. അവിടെ ചൂട് കൂടുതലായതുകൊണ്ട് അവിടെ ആയിരിക്കുമ്പോൾ അവന് ആത്മീയത്തില് മുന്നേറാന് അവിടെ സഹോദരൻ ഇച്ചിരി ഉൾപ്രദേശമാന്ന് പറഞ്ഞു. ഈ ജോലി ഈ ഓയിൽ ആൻഡ് ഗ്യാസിന്റെ ഒക്കെ എല്ലാം ഉള്ള പ്രദേശങ്ങളാണ്. അന്നേരം ഇച്ചിരി ഉള്ളില്ല. എന്നാലും അവിടെ ദേവദാസന്മാർക്കൊക്കെ അവിടെ കടന്നു ചെല്ലുവാനും ഒക്കെ മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ ആത്മീയത്തിൽ വളരുവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. അതുപോലെ സഹോദരൻ മോളുടെ ടിക്കറ്റ് ജർമ്മനി പോകാനുള്ള വളരെ നാൾ നമ്മൾ പ്രാർത്ഥിച്ച വിഷയമായിരുന്നു. അവിടെ ടിക്കറ്റ് വന്നു, വിസ ഇതുവരെ വന്നിട്ടില്ല. അതിനായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ ഇന്നലെ മോള് സഹോദരിയുടെ മോള് പിന്നെ ഇന്നലെ RCC പോയി. രാത്രി തിരിച്ചു വന്നിട്ടുണ്ട്. അവരോട് നമുക്ക് എല്ലാം ഡീറ്റെയിൽസ് ചോദിക്കാനും പറ്റുന്നില്ല. ആ കുഞ്ഞിന് വേണ്ടി ഇനിയും ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയ ദൈവമക്കൾ എല്ലാവരും ആ മെറിന്ന് പറഞ്ഞ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അതിന് ക്യാൻസറിന്റെ സെല്ല് വളരുന്നതായി ഉണ്ടെന്നാ തോന്നുന്നത്. അതിനായിട്ട് ഇനിയും RCC പോകണം. 24 വയസ്സുള്ള മോളാണ്. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ പ്രിയ മനുമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പേതിന്റെ യാത്രയിലൊക്കെ ദൈവ സാന്നിധ്യം ഉണ്ടാകണമേ. ദൈവ അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവെ ആ ജെറിൻ മോന് RCC ആയിരിക്കുന്നു. കർത്താവ് 24 വയസ്സുള്ള ആ പ്രിയ മോളോട് ദൈവം മനസ്സലിയണമേ. അങ്ങനെ അദൃശ്യമാവുന്ന കാര്യം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യം നമ്മുടെ കർത്താവ് മാത്രമാണ്. ഇന്ന് പകൽക്കാലം ആ പ്രിയ മെറിൻ എന്ന് പറയുന്ന 24 വയസ്സുള്ള മോളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടെ ശരീരത്തിന്മേൽ വ്യാപരിക്കുന്ന എല്ലാ രോഗബന്ധനങ്ങളും രോഗത്തിലെ കെട്ടുകളെയും യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം ശാസിക്കുന്നു, വിട്ടുമാറാൻ കൽപ്പിക്കുക. ഇന്ന് അവിടെ ചെക്കപ്പന് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ വലിയ വിടുതൽ കാണുവാൻ, ഒരു അത്ഭുത പ്രവൃത്തി കാണുവാൻ ദൈവം സഹായിച്ചാട്ട്. ദൈവം വലിയവ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം, അത്ഭുതമായതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വേഗത്തിൽ പ്രാർത്ഥന വിഷയം പറയാനുള്ളത് പറഞ്ഞാട്ട്. പറഞ്ഞോട്ടെ. എന്റെ കൊച്ചുമക്കളുടെ പ്രമോദ കുടുംബം, അവരൊക്കെ വിസ ഇതുവരെ ശരിയായിട്ടില്ല. 2-ാം തീയതി അവർക്ക് ടിക്കറ്റാണ് ഇങ്ങോട്ട് നാട്ടിലേക്ക്. അപ്പൊ അത് ശരിയാൻ വേണ്ടി നമുക്കുള്ള പ്രാർത്ഥന ചോദിക്കുകയാണ്. കഴിഞ്ഞ പ്രാർത്ഥിച്ചതിനൊക്കെ ഒത്തിരി നന്ദി അറിയിക്കുന്നത് വേണ്ടി സ്തോത്രം. ഓക്കെ, തീർച്ചയായിട്ടും വേഗത്തിൽ പറഞ്ഞാട്ട്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞു. പക്ഷെ അത് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു, സൗഖ്യമുണ്ട്.
അപ്പോൾ തന്നെ വേറെ ഒരു പ്രശ്നമുണ്ട്. സ്കാൻ ചെയ്തപ്പോൾ ഒരു മുഴ ഉണ്ടെന്ന്, ചെറിയ ആരംഭം ആണ് എന്ന് പറഞ്ഞു. പ്രത്യേകാൽ പ്രാർത്ഥിക്കുക. എൻ്റെ പേര് ഷൈനി, എൻ്റെ മോള്. രണ്ടാമതൊരു വിഷയം, എൻ്റെ ഇളയ മോൾ സൗദിയിലാണല്ലോ, അവർക്ക് ലീവ് ഉണ്ട്. ഇപ്പോഴും 27-ാം തീയതി നാട്ടിൽ വരേണ്ടതാണ്. പക്ഷെ ടിക്കറ്റ് കിട്ടിയില്ല. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. പിന്നെ ഒരു വിഷയം കൂടെ, ഞാനത് നേരത്തെ പ്രാർത്ഥനയ്ക്ക് ഒരു പാസ്റ്റർകാരൻ പ്രകാശ് അദ്ദേഹം വിഷയം പറഞ്ഞല്ലോ. അത് RCC നിന്ന് ആയിരുന്നു. എന്നാലും കൂടുതലായി വീട്ടിൽ വന്നു. വീണ്ടും നീരും കാലിനൊക്കെ നീരും ബുദ്ധിമുട്ടുമായി. വളരെ സീരിയസ് ആയി. വീണ്ടും കൊണ്ടുപോയെങ്കിലും എടുത്തില്ല. അവിടെ നിന്നൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ FPRS എന്നൊരു ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോയി. എന്നാൽ അത്ഭുതമായി 2 ദിവസം കൊണ്ട് നീര് കുറഞ്ഞു. വാർഡ് ICUലായിരുന്നു, വാർഡിലാക്കി. അങ്ങനെ അല്പ വ്യത്യാസമുണ്ട്. എങ്കിലും അനേക ദൈവമക്കള് രാവും പകലും പ്രാർത്ഥിക്കുന്നു. ചർച്ചിൽ പാവപ്പെട്ട പ്രിയപ്പെട്ടവർ രാവും പോലും നിലവിളിച്ച് ഇപ്പോഴും ആ ശബ്ദം എനിക്ക് ഇവിടെ കേൾക്കാം. അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അനേക സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന വേദിയിലും പ്രിയപ്പെട്ട ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നറിയുന്നു. ദൈവം സഹായിക്കട്ടെ. ഈ 3 വിഷയങ്ങൾക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ പറയപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയ പ്രമോദിന് വിസയുടെ കാര്യം ശരിയാവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഒരു അത്ഭുതം ദൈവം അയക്കണമേ. ആ വിസയുടെ കാര്യം ക്രമീകരിക്കപ്പെടുവാൻ ദൈവ സാന്നിധ്യം ഉണ്ടാകണമേ. യാത്രയിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകണമേ. ഞങ്ങൾ ഒരുമിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവദാനം പാസ് പറഞ്ഞ വിഷയത്തിന് വേണ്ടി ഇന്നലെ നമ്മൾ ആ മോക്ക് വേണ്ടി പ്രാർത്ഥിപ്പടയായി. കർത്താവ് സൗഖ്യം നൽകുവാനിടയായി. ആ ഒരു ചെറിയൊരു മുഴയുടെ ആരംഭം, മുഴ എവിടെയുണ്ട്? യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തില് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ മുഴ ആ ശരീരത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. യേശുവിന്റെ രക്തം ചേമറ്റിടുകയാ. കർത്താവെ, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാ. അങ്ങയുടെ ദാസന്റെ കുടുംബത്തോട് ദൈവം മനസ്സറിയണമേ. ആ പ്രിയമോടെ ശരീരത്തിലുള്ള ആ മുഴ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകാൻ കൽപ്പിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അടുത്ത ദിവസം ഒരു വിടുതന്റെ സാക്ഷ്യം കേൾപ്പാൻ ദൈവം സഹായിക്കണമേ. അത്ഭുതമയച്ചതിനായി സ്തോത്ര. വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഇളയ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ലീവ് ലയിപ്പാൻ ദൈവമേ ഞങ്ങൾ സഹായിക്കണമേ. അത്ഭുതം പ്രവർത്തിച്ചാട്ട് കർത്താവിന്റെ വലിയ കരം ദൈവം അയച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ പ്രകാശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവയിൽ 1 വിവിധ രാജ്യങ്ങളായി ഞങ്ങൾ അനേകം ഒരുമിച്ച് ദൈവദാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ചെയ്തുള്ള എല്ലാ നീരുകളും എല്ലാ ഭാരങ്ങളും എല്ലാ പ്രയാസങ്ങളും മാറി അതിശക്തമാക്കി ദൈവത്തിന്റെ പേരിൽ ആ ദൈവദാസനെ ദൈവം ഉപയോഗിക്കാൻ പോകുന്നതിനായി സ്തോത്ര. ദൈവം അത്ഭുതം പ്രവർത്തിച്ചതിനായി സ്തോത്ര. കർത്താവിന്റെ വലിയ കരം ദൈവം അയച്ചതിനായി സ്തോത്ര. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ വിഷയങ്ങളുടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ചില വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥന ധനിയിലേക്ക് ഒരു ഫോൺ വരുവാനിടയായ ഒരു ദൈവദാസൻ, ഡാളസിലുള്ള ഒരു ദൈവദാസൻ, വയറ്റിന് 2 മുഴ ക്യാൻസർ ആണ്. വലിയ സീരിയസ് ആണ്. 4th സ്റ്റേജിലായി. പ്രാർത്ഥിപ്പാൻ വേണ്ടി അറിയിപ്പാടയായി. ഒരുമിച്ച് പ്രാർത്ഥിപ്പാടയായി. പ്രാർത്ഥന തുനിയുടെ അന്നത്തെ മാസികയില് ആ പ്രാർത്ഥന വിഷയം കൊടുക്കുവാടയായി. ഒരുമിച്ച് പ്രാർത്ഥിപ്പാടയായി. ആ ദൈവദാസൻ വളരെ വേദനയോടെ, ഭയങ്കര വേദന, മുഴയാണ്, വയറ്റിനകത്ത് മുഴയാണ്. 4th സ്റ്റേജ് ക്യാൻസർ ആണ്. അത് ഓപ്പറേഷൻ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഒരുമിച്ച് പ്രാർത്ഥിപ്പടയായി. ആ ദൈവദാസനോട് ദൈവാത്മാഭിഷേകമായി സംസാരിപ്പടയായി. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ വർണ്ണിപ്പാൻ ദൈവം വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ്. സ്തോത്ര. ലോക വൈദ്യശാസ്ത്രം മരിച്ചു പോകുന്ന വിധിയ സ്ഥാനത്ത് ദൈവം അത്ഭുതം പ്രവർത്തിപ്പടയായി. 2.5 മാസത്തിന് ശേഷം ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, എവിടെയാണ് നിങ്ങൾ പോയി ഓപ്പറേഷൻ ചെയ്തത്? ആ മുഴ ശരീരത്തിലില്ല. ദൈവം ആ ദൈവദാസന് അത്ഭുതം പ്രവർത്തിപ്പടയായി. പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ട്, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങളെ, എല്ലാ പോരുകളെ, എല്ലാ രോഗബന്ധനങ്ങളെ മാറ്റുവാൻ ദൈവജനത്തിന് പ്രാർത്ഥനയ്ക്ക് സാധിക്കും. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദാവീദ് പറയുക, നാം ഒന്നിച്ച് അവനെ നാമത്തെ ഉയർത്തുക. ഇപ്പോൾ ഈ ഡിവേഴ്സിറ്റി 47ഓളം പേരുണ്ട്. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ദൈവം അയക്കട്ടെ. നമുക്ക് ദൈവസ്നേഹം പ്രാർത്ഥിക്കാം. മറ്റെന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ വേദത്തിൽ പറഞ്ഞാട്ട്. ഭാഷണങ്ങളെ മോള് ആശുപത്രിയിലാണ്. തലവേദനയായിട്ട് ഞായറാഴ്ച കൊണ്ടുപോയായിരുന്നു. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് തലയ്ക്കകത്ത് ഭയങ്കര ഭാരം, തലവേദന കുറഞ്ഞു. കുഞ്ഞു ഇന്നലെ കുഴഞ്ഞു പോകാനിടയായി തീർന്നു. ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. പാസ്റ്ററെ പ്രൈസ് ലോർഡ്.
പാസ്റ്റർ ജസ്റ്റിൻ മോൻ്റെ ലൈസൻസിൻ്റെ വിഷയം പ്രത്യേകം പ്രാർത്ഥിക്കണേ. കഴിഞ്ഞ ആഴ്ച അത് ഫെയിലായി. കുഞ്ഞ് നന്നായിട്ട് ഓടിച്ചതാണ്, പുറകോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അത് ക്യാൻസൽ ചെയ്യിക്കുമായിരുന്നു. 2 വട്ടം തിരിഞ്ഞു നോക്കിയതും പുള്ളി മൈൻഡ് ചെയ്തില്ല. അങ്ങനെ മനഃപൂർവ്വം അത് കട്ട് ചെയ്യുവാനിടയായി തീർന്നു. അടുത്തത് ഈ ആഴ്ച വെച്ചിട്ടുണ്ട്. 1,40,000 രൂപ കെട്ടി വെച്ചേക്കുന്നതാ കുഞ്ഞിന് ലൈസൻസ് കിട്ടാനായിട്ടും. അവൻ്റെ വിവാഹ വിഷയത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. നമുക്ക് ഒരുമിച്ച് ഈ 2 വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. അനക്ഷമക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തില് കർത്താവേ, പ്രിയ ഷൈനിസിസ് പറഞ്ഞ വിഷയമാ പ്രിയ അലോഷമോളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണെന്ന് അറിയുവാനിടയായി. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുന്ന കർത്താവാണല്ലോ. ഞങ്ങൾ ഈ പ്രാർത്ഥന അതിനുള്ള പ്രയർ ഗ്രൂപ്പിൽ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ അത്ഭുതമേറെ കരമേ നിമിഷം വ്യാപരിക്കണമേ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചല്ലോ. പൂർണ്ണമായ സൗഖ്യം ഈ നിമിഷം തന്നെ കുഞ്ഞിനുമേ വ്യാപരിക്കട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും അഴിയുമാറാൻ കൽപ്പിക്കുക. അത്ഭുത സൗഖ്യം വ്യാപരിക്കട്ടെ. വചനത്താല് ജയമേറ്റെടുത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ആലോചനമൊക്കെ പൂർണ്ണ സൗഖ്യ നിമിഷം തന്നെ അയക്കണമേ. വിടുതന്റെ കരുതയുമായി ജസ്റ്റിൻ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പല പ്രാവശ്യം കർത്താവെ ആ ലൈസൻസിന് വേണ്ടി പിഞ്ഞു കടന്നു പോയിട്ടുണ്ട്. കർത്താവെ, ദൈവമേ, ഒരു അത്ഭുതം ദൈവം അയക്കണമേ. വളരെ നിരാശനായിട്ടിരിക്കുക. ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ. ഇന്ന് തന്നെ ഈ ദിവസങ്ങളിൽ തന്നെ ആ ദൈവ പ്രവൃത്തി കാണുവാൻ ദൈവം സഹായിക്കണം. അവന്റെ വിവാഹത്തിന്റെ വിഷയത്തിന്മേല് ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. വിവാഹപ്രായമെത്തിയ ഞങ്ങളുടെ അനേക കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. തക്ക സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുവാ. മാതാപിതാക്കളെ നോക്കുന്ന, ഞങ്ങളുടെ മക്കളെ നോക്കുന്ന ദൈവസഭയിൽ ആത്മീയമായ നല്ല നിലവാരമുള്ള കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. രോഗികളായി ഭാരപ്പെടുന്ന നിരവധി പ്രിയപ്പെട്ടിട്ടുണ്ട്. കർത്താവേ, പൂർണ്ണമായ വിടുതൽ, പൂർണ്ണമായ സൗഖ്യം എല്ലാ പ്രിയപ്പെട്ട മക്കളുടെ മേലും ഈ നിമിഷം തന്നെ ദൈവം അയക്കാൻ പോകുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനയോടൊന്ന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. മറ്റെന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? എന്ന് വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമാവുന്ന നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ വാഴ്ത്തുന്ന ഇത്രത്തോളം സമയം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധാനത്തിലായിരിക്കാൻ അനേക വിഷയങ്ങളെ ഓർത്ത് ദൈവത്തിനെ പ്രാർത്ഥിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്ന നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥന വിഷയങ്ങളുടെ മേലും കർത്താവിന്റെ അത്ഭുതമേറിയ കരം ദൈവം അയക്കട്ടെ. ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. പ്രഭാത പ്രാർത്ഥനയിൽ പ്രാർത്ഥനയുടെ തണലിൽ ഈ പകൽക്കാലം നമുക്ക് ആയിരിക്കാൻ നിരവധി പ്രാർത്ഥന വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാനും അനേക ദൈവീയ വിടുതൽ പ്രാപിപ്പാനും കർത്താവ് ഒരുക്കുന്ന നല്ല നിമിഷത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ വാഴ്ത്തുന്നു. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നായും ഈ പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ആമേ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദൈവത്തിൻ്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നും നമ്മുടെ കർത്താവിൻ്റെ കരം കുറുതായിട്ടില്ല. ഇന്നും നമ്മുടെ കർത്താവിൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിരവധി പ്രാർത്ഥന വിഷയങ്ങളാണല്ലോ പ്രാർത്ഥന പ്രയർ ഗ്രൂപ്പുകളിൽ കടന്നു വരുന്നത്. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ അനേക ദൈവദാസന്മാർ ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അയക്കുന്ന എല്ലാ ദൈവീയ വിടുതലിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അനേക വിടുതലിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല നിമിഷത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയവ ചെയ്യട്ടെ എന്ന് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. ചുരുക്ക നിമിഷം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളല്ലോ. അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി ഇയ്യോബിൻ്റെ പുസ്തകം 29-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, ജോബ് ചാപ്റ്റർ 29:6. അന്ന് ഞാൻ എൻ്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി, പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കി തന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നൊരു ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ വായ്പടയായത്. ഭക്തനാകുന്ന ഇയ്യോബ്, നമുക്കെല്ലാവർക്കും സുപരിചിതനാകുന്ന ഒരു ദൈവഭക്തനായിരുന്നല്ലോ ഇയ്യോബ്. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യനുണ്ടായിരുന്നു, ദൈവഭക്തനുണ്ടായിരുന്നു. അവൻ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവഹിത പ്രകാരം ജീവിക്കുന്നതായി അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു ഇയ്യോബ്. സ്തോത്രം. ദോഷം ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും നേരുള്ളവനും നിഷ്കളങ്കനുമാകുന്ന ഒരു ദൈവഭക്തനാകുന്ന ഇയ്യോബിനെ പറ്റിയാണ് നമ്മൾ ചിന്തിപ്പാനായിട്ടിടയായത്. സ്തോത്രം.
ആമേൻ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവം തന്നെ വിടുവിച്ച വിധങ്ങളെ പറ്റി നമുക്കറിയാമല്ലോ. എന്തെല്ലാം കഷ്ടതയിൽ കൂടി താൻ കടന്നുപോയി. തൻ്റെ നന്മകളെല്ലാം നഷ്ടപ്പെട്ട്, ആടുമാടുകൾ കൃഷികളെല്ലാം നഷ്ടപ്പെട്ട്, തൻ്റെ മക്കൾ നഷ്ടപ്പെട്ട്, താനും ഭാര്യയും മാത്രമായിരിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലും ആമേൻ ശരീരം മുഴുവനും രോഗബാധിതനായിരിക്കുമ്പോൾ ആമേൻ തൻ്റെ സ്വന്തം ഭാര്യ പോലും പറഞ്ഞു, ഇനിയെങ്കിലും ആ ദൈവത്തെ അങ്ങ് തള്ളി പറഞ്ഞ് മരിക്ക്, ചത്തുകളയെന്ന് പറയുവാനിടയായി. എന്നിട്ടും ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ദൈവീയ വായ്ത്തത്വത്തിന് വേണ്ടി മുന്നേറിയ ഭക്തനെ പറ്റിയാണ് നമ്മൾ ഇയ്യോബിന്റെ പുസ്തകത്തിൽ മുഴുവനുമായി വായിക്കുന്നത്. ഈ 29-ാമത്തെ അധ്യായത്തിൽ വായിക്കുക, അന്ന് ഞാൻ എൻ്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി. ഹല്ലേലൂയ. വെണ്ണ, നെയ്യ് എങ്ങനെയാണ് എടുക്കുക? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പലപ്പോഴും നെയ്യ് മായമുള്ള നെയ്യുകളൊക്കെ പലയിടങ്ങളിൽ കിട്ടാറുണ്ട്. എന്നാൽ വീട്ടിൽ തന്നെ നമ്മുടെ അമ്മമാരമ്മച്ചിമാരൊക്കെ വീട്ടിൽ തന്നെ പാല് തിളപ്പിച്ച് കിട്ടുമ്പോൾ പാല് തിളച്ച് അതിന് മുകളിൽ നിന്നുള്ള പാട മാറ്റി അത് കുറച്ച് മാസം അതെടുത്ത് മാറ്റി ആ പാടകൾ എടുത്തെടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കുറേ നാൾ കഴിയുമ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ച് ഹല്ലേലൂയ നമ്മൾ നല്ല രീതിയിൽ അത് തിളപ്പിച്ച് ആ വെണ്ണ നമ്മൾ എടുക്കാറുണ്ട്. മായമില്ലാത്ത യാതൊരുവിധമായ മാലിന്യങ്ങളും ഇല്ലാത്തതാകുന്ന ആ വെണ്ണ നമ്മൾ ശുദ്ധീകരിച്ച് നമ്മുടെ ആഹാരങ്ങൾക്ക് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ ദൈവത്തിന്റെ വചനം മായമില്ലാത്തൊരു പാലാണ്. ആ മായമില്ലാത്ത പാലിൽ നിന്ന് ദൈവം നമ്മെ നല്ല രീതിയിൽ കടഞ്ഞെടുത്ത് വിശദീകരിച്ച് നല്ല രീതിയിൽ കഴുകി ഒരുക്കിയെടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ മായമില്ലാത്ത പാലാകുന്ന ദൈവത്തിന്റെ വചനം, തേനും തൻകട്ടയിലും മാധുര്യമേറിയ ദൈവത്തിന്റെ വചനം മാധുര്യം നൽകുന്നു, ബലം നൽകുന്നു, ശക്തി നൽകുന്നു, പുഷ്ടി നൽകുന്ന ഈ ദൈവത്തിന്റെ വചനത്തിന്റെ മാധുര്യത എത്രയോ വലുതാണെന്നറിയാമോ? നാം നമ്മെ തന്നെ ഓരോ നിമിഷവും ഒന്ന് കഴുകി ശുദ്ധീകരിക്കണം. ഇയ്യോബ് പ്രാർത്ഥിക്കുക, ഞാൻ എൻ്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി. അതുപോലെ ഈ ദൈവത്തിന്റെ വചനമാകുന്ന ഈ മായമില്ലാത്ത പാല് നമ്മളെ ഓരോ നിമിഷവും ഈ ദൈവത്തിന്റെ വചനം നമ്മെ ഒന്ന് കഴുകി ശുദ്ധീകരിച്ച് ദൈവഹിതമുള്ള പത്രങ്ങളാക്കി ദൈവം നമ്മെ ഉപയോഗിപ്പാടയാകും. മാലിന്യമേറിയ പലതും നമ്മുടെ ശരീരത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ചില മാലിന്യതകളെ കർത്താവ് മാറ്റുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബ് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ വാക്യം, അയ്യോ ഞാൻ പണ്ടത്തെ മാസങ്ങളിലെ പോലെ, ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. ഹല്ലേലൂയ. പണ്ടത്തെ മാസങ്ങൾ, പണ്ടത്തെ നാളുകൾ ഒരു നിമിഷം ചിന്തിച്ച് നോക്കിക്കാട്ടെ. കഴിഞ്ഞ നാളിലൊക്കെ ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ, കഴിഞ്ഞ നാളിലൊക്കെ ദൈവം നമ്മെ പരിപാലിച്ച വിധങ്ങൾ, കഴിഞ്ഞ നാളിലൊക്കെ ദൈവം നമ്മെ മാനിച്ച വിധങ്ങൾ എത്ര വലുതാണ്. ഹല്ലേലൂയ. പണ്ടത്തെ മാസങ്ങളിൽ, പണ്ടത്തെ നാളുകളിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ സംഗീതക്കാരൻ പറയുവാൻ, യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കല്ല. ദൈവം ചെയ്ത നന്മകൾ എത്ര വലുതാണ്, ദൈവം ചെയ്ത ഉപകാരങ്ങൾ എത്ര വലുതാണ്. എണ്ണിയാ തീരാത്ത എത്രയോ നന്മകൾ ചെയ്താണ് ദൈവം നമ്മെ പരിപാലിപ്പടയായത്, ദൈവം നമ്മെ നടത്തുവാനിടയായത്. മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്കുമീതെ പ്രകാശിച്ചു, അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുളിൽ കൂടി നടന്നു. ഹല്ലേലൂയ. ദൈവീയ പ്രകാശം ദൈവം നമ്മുടെ മേൽ അയക്കുവാനിടയായി. അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്കുമീതെ പ്രകാശിച്ചു. ദൈവീയ ദീപം നമ്മുടെ മേൽ പ്രകാശിപ്പാനിടയായി. ഹല്ലേലൂയ. സംഗീതക്കാരൻ പറയുകയാണ്, യഹോവയും നിന്റെ മുഖപ്രകാശം, 4-ാമത്തെ സംഗീതം, യഹോവയും നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. കർത്താവിന്റെ മുഖപ്രകാശം, ആ ദൈവീയ വെളിച്ചം, ആ ദൈവീയ സാന്നിധ്യം എത്ര വലുതാണെന്നറിയാമോ? യേശയ്യാപ്രവാചകൻ വിളിച്ചു പറയുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം അന്നും ഇരിക്കുന്നു. നീ ഇന്നും മയങ്ങിയും ഇരുട്ടതും കിടക്കേണ്ടവനല്ല. ആത്മാവിന്റെ വെളിച്ചം, ആത്മാവിന്റെ പ്രകാശം ദൈവം നിന്റെ മേൽ അയക്കുവാനിടയായി. ആത്മാവിന്റെ പ്രകാശം നമ്മുടെ മേൽ വന്നതുകൊണ്ട്, ആത്മാവിന്റെ വെളിച്ചം നമ്മുടെ മേൽ വന്നതുകൊണ്ട് നമ്മുടെ ഇരുട്ടുമാറി സ്വർഗം വെളിച്ചം തരുവാനിടയായി. സൂര്യ പ്രകാശത്താ ദൈവം നമ്മെ നിറയ്ക്കുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, നീ എൻ്റെ ഇരുട്ടിനെ മാറ്റിയപ്പോൾ, നീ എൻ്റെ ദീപത്തെ കത്തിച്ചപ്പോൾ ഞാൻ നീ എങ്കിലും യഹോവ നീ എൻ്റെ ദീപത്തെ കത്തിക്കോ. എൻ്റെ ഇരുട്ടിനെ മാറ്റി എൻ്റെ ദീപത്തെ കത്തിച്ചു കഴിയുമ്പോൾ ഞാൻ പടക്കൊടുത്ത് നേരെ പാഞ്ഞു ചെല്ലു. എൻ്റെ ദൈവത്താ ഞാൻ മതിച്ചാടി കടക്കും. ഇരുൾ മാറിക്കഴിയുമ്പോൾ, അന്ധകാരം മാറിക്കഴിയുമ്പോൾ, അന്ധകാരത്തിന്റെ അവസ്ഥകൾ മാറിപ്പോകുമ്പോൾ, ഇരുട്ടിന്റെ അവസ്ഥകൾ മാറിപ്പോകുമ്പോൾ
ചിന്തിക്കുമ്പോൾ ആത്മാവിന്റെ വെളിച്ചത്തിലേക്ക്, ആത്മാവിന്റെ പ്രകാശത്തിലേക്ക് ആമേൻ ദൈവം നമ്മെ കൊണ്ട് എത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്നും ഇരുട്ടത് കിടക്കാനല്ല, ചില വെല്ലുവിളിയുടെ മുമ്പിൽ ആമേ ഹല്ലേലൂയ, ചില പ്രതിസന്ധിയുടെ മുമ്പിൽ കർത്താവേ ഞാൻ വീണുപോയി, ഞാൻ തകർന്നു പോയി, ഇനി ഞാൻ ഒരിക്കലും എഴുന്നേക്കത്തില്ല, ഞാൻ ഇനി ഇരുട്ടത് തന്നെ ആയിരിക്കും എന്ന് നീ ചിന്തിക്കുമ്പോൾ ഇല്ല, ദൈവം ദൂതനെ അയച്ചു നിന്നെ ഏലിയാവിനെ തട്ടി ഉണർത്തിയതുപോലെ പ്രിയ മാതാവേ പിതാവേ ദൈവദാസ സഹോദര സഹോദരി, ദൈവം നിന്നെ തട്ടി ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നു. വെല്ലുവിളികൾ നിന്നെ തകർക്കാനല്ല, വെല്ലുവിളികൾ നിന്നെ ഉടയ്ക്കുവാനല്ല, വെല്ലുവിളികൾ നിന്റെ ജീവിതത്തെ നശിപ്പിക്കുവാനല്ല, ആത്മാവിനെ വെളിച്ചമാക്കി ആത്മാവിനെ പ്രകാശമാക്കി ദൈവം നിന്നെ ഒന്ന് പുറത്തു കൊണ്ടുവരുക. ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ശൈത്യമായ ദൂത് വിളിച്ചു പറയുകയാണ്. ആമേ, അവന്റെ പ്രകാശത്താൽ അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. 4-ാമത്തെ വാക്യം, എന്റെ കൂടാരത്തിന് ദൈവത്തിന് സഖ്യതയുണ്ടായിരുന്നു, സർവശക്തി എന്നോടുകൂടെ വസിച്ചു. എന്റെ കൂടാരത്തില് ദൈവത്തിന്റെ മക്കൾ പാർക്കുന്ന ഭവനത്തില് ആമേൻ ജയത്തിൻ ഘോഷം, ഉല്ലാസത്തിന്റെ ഘോഷ നീതിമാന്മാരുടെ കൂടാരത്തിലുണ്ട്. ആമേ ഹല്ലേലൂയ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. കൂടാരത്തിൽ ദൈവ സാന്നിധ്യമുണ്ട്. ആമേ ഹല്ലേലൂയ. ആമേ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ മറയ്ക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. ആമേ ഹല്ലേലൂയ. നിന്റെ ചട്ടങ്ങളെ ആചരിക്കുക. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടില് നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുക, എന്റെ ഭവനത്തിൽ എന്റെ കൂടാരത്തിൽ ദൈവത്തിന്റെ സഖ്യതയുണ്ടായിരുന്നു, സർവശക്തൻ എപ്പോഴും എന്റെ കൂടെ വസിക്കൂ. എപ്പോഴും കർത്താവിന്റെ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ടാകൂ. സർവശക്തൻ എന്റെ കൂടെ ഉണ്ടാകും, സർവശക്തൻ എന്റെ കൂടെ ഉണ്ടാകൂ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ കൂടി നടന്നു പോ എന്നൊരു ദൈവശബ്ദം കർത്താവ് നമ്മെ കേൾപ്പിക്കുവാനിടയാകും. പ്രൈസ് ദ ലോർഡ്. എന്റെ മക്കൾ എന്റെ ചുറ്റും ഇരിക്കും. ആമേ. ചെയ്ത എന്റെ ശുഭകാലത്തെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, തലമുറകളെ മാനിക്കൂ. ആമേ. കൂടാരങ്ങളിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകുക മാത്രമല്ല, നമ്മുടെ തലമുറകളിൽ കൂടിയുള്ള ചില ദൈവീയ വായ്ത്തത്വങ്ങളും ദൈവീയ നന്മകളും കണ്ട് സന്തോഷിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകും. കരങ്ങൾ എടുത്തുകൊണ്ട് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്. ഹല്ലേലൂയ. എന്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി കഴിഞ്ഞപ്പോൾ, എന്റെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ, എന്റെ മനസ്സിന് രൂപാന്തരം വന്നു കഴിഞ്ഞപ്പോൾ എത്രയോ ആനന്ദമാണ്, എത്രയോ സന്തോഷമാണ്, എത്രയോ ആമോദമാണ്. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുടയ്ക്കാൻ നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം കേൾപ്പിക്കപ്പെട്ട ദൈവീയ ദൂതിന്റെ മുമ്പിൽ, ദൈവീയ ആലോചനയുടെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ നേൽപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, വിശ്വസ്ത കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ പ്രഭാതം മുതൽ ഇത്രത്തോളം സമയം ഞങ്ങളുടെ സന്നിധാനത്തിലായിരിക്കുവാൻ, ഞങ്ങൾക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിപ്പാൻ, നിരവധി വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ, ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കിയ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. തന്റെ ജനത്തെ ദൈവം അനുഗ്രഹിക്കണമേ, തന്റെ ജനത്തെ ദൈവം മാനിക്കണമേ. കഴിഞ്ഞ നാളിലൊക്കെ ദൈവം നടത്തിയ വിധങ്ങൾ, പണ്ടത്തെ നാളില് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ എത്ര വലുവയാണ് കർത്താവേ. ഞങ്ങളെ അത്ഭുതങ്ങളെ ഞങ്ങൾ വർണ്ണിക്കുന്നു, അത്ഭുതങ്ങളെ ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവേ. ആമേ. ഞങ്ങളെ തുറന്ന് കഴുകി ശുദ്ധീകരിച്ച് മുന്നേറുവാൻ ദൈവം സഹായിക്കണമേ. ആത്മാവിന്റെ വെളിച്ചം ഞങ്ങളുടെ മേൽ അയക്കണമേ. ഇരുണ്ടേറിയ അവസ്ഥകൾക്കൊരു മാറ്റം ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. തന്റെ മകളെല്ലാവരെയും പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. രോഗികളായി ഭാരപ്പെടുന്നൊരു ദൈവം വിടുവിക്കണമേ. ശാരീരികമായ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദൈവം വിടുവിക്കണമേ. മാനസികമായ ചില ബുദ്ധിമുട്ടി കൂടി കടന്നു പോകുന്ന ദൈവം വിടുവിക്കണമേ. അവിടുത്തെ അത്ഭുതമേറെ കരം ഓരോ മക്കളുടെ മേൽ ദൈവം അയക്കാൻ പോകുന്നതിനായി പ്രാർത്ഥന കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനാ സഹായികളും ദൈവം അനുഗ്രഹിച്ചാട്. സകല മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് എല്ലാവരും സ്തോത്രം പറഞ്ഞാട്. സ്തോത്രം 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കരുണയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മോടും പ്രാർത്ഥന സകല വിഷയങ്ങളുടെ മേലും എല്ലാ ദൈവമക്കളുടെ മേലും എന്നും ഉണ്ടാമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട ദൈവഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. പ്രൈസ് ഗോഡ്.